രാജമോഹൻ നീലേശ്വരം ഒരു 40-45 വർഷം മുമ്പുള്ള ബന്ധമാണ് നമ്മുടെ. ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ ഏകദേശം സംഗീത അക്കാദമിയുടെ ഒരു 45 കൊല്ലം മുമ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നു. അന്ന് കണ്ണൂർ ഭാഗത്തുനിന്ന് അല്ലെ, കണ്ണൂർ മേഖല, അതായത് വടക്കൻ മേഖലയിൽ നിന്ന് വന്ന നാടകമാണ് മരമീട്. വി ശശി ഡയറക്ഷൻ, രാജമോഹൻ നീലേശ്വരം രചന. ആ നാടകം അവതരിപ്പിക്കുന്ന അന്ന് സംഗീത അക്കാദമിയുടെ KT3 ഹാളിലേക്ക് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമ്മൾ മീറ്റ് ചെയ്യുന്നു. അപ്പോ അന്ന് നിങ്ങൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഈ ഇത് ആക്ടേഴ്സ് ഓറിയന്റഡ് പ്ലേ ആണ്, നിങ്ങൾ മറ്റു പ്ലേകൾ വെച്ചിട്ട് ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു ഡയലോഗ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ അഭിനയിക്കുന്ന ആളുകളെ ഗംഭീരമാണെങ്കിൽ അതാണ് നമ്മുടെ പ്ലേ, ബാക്കിയെല്ലാം മറ്റ് ടെക്നോളജീസ് കാര്യങ്ങളാണ്. അപ്പൊ അന്ന് ജോസ് ചെറുമ്പലിൽ കൃഷ്ണഹൃദയുണ്ട് മധ്യമേഖലയിൽ നിന്ന്, വടക്കൻ തെക്കൻ മേഖലയിൽ നിന്ന് വിരൽപ്പാടുകളാണ് രഘുത്തമന്റെ പ്ലേ അഭിനയ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതിനു ശേഷമുള്ള. അപ്പോ നല്ല മികച്ച ഒരു 6 പ്ലേകളിൽ ഒരു 4 എണ്ണം നല്ല കോമ്പറ്റീഷനാണ്. അപ്പോ അന്ന് മുതൽ നമ്മൾ ബന്ധപ്പെടുന്നതാണ് നാടകത്തിന്റെ ഈ ഒരുപാട് ദുർമേധസ്സുകൾ മാറിയിട്ട് അഭിനേതാക്കൾക്ക് ഫുൾ ഫ്രീഡം, ആക്ടിംഗ് ഫ്രീഡം കിട്ടുന്ന രീതിയിലുള്ള മേഖലയാണ് നമ്മൾ ശ്രദ്ധിക്കുക. അഭിനേതാക്കളെ മാക്സിമം യൂസ് ചെയ്യുന്ന, അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് സെറ്റ് ഡിസൈൻ, ലൈറ്റ്, മ്യൂസിക് വരിക എന്നുള്ളതാണ്. അക്കാദമിയുടെ തന്നെ കുറെ നല്ല പ്രൊഡക്ഷൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം വരെയുള്ള പ്ലേകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കുറെ പ്രൊഡക്ഷൻസ്. പക്ഷെ മരമീടൻ എന്താ വെച്ചാൽ പ്ലെയിൻ ലൈറ്റില് രാജമോഹനോടൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആ ഓഡിയൻസിനെ ആഹ്ലാദിപ്പിച്ച് കയ്യിലെടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് അത് പ്രത്യേകിച്ച് അതിന്റെ ഒരു പൊളിറ്റിക്സും അങ്ങനെ തന്നെയാണ്. ആ പ്ലേയുടെ ഒരു സട്ടയറിലൂടെ കയറി പിടിച്ചിങ്ങനെ വരുന്ന. അപ്പോൾ നമുക്ക് മരമീടം മുതൽ മാടൻ മോഷം വരെയുള്ള ഒരു ഓർമ്മ, ഒരു 45, 46, 47 വർഷത്തിന്റെ ഓർമ്മയാണ്. അതിന് മുമ്പ് നിങ്ങൾ മാറ്റിവെച്ച തലകൾ ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു യാത്ര തുടക്കം മുതല് പിന്നീട് പറയാം, ആദ്യം ഇവിടുന്ന് പിടിക്കാം. ഈ മരമീടൻ നാടകം അത് നമ്മളിതുപോലെ സംഘം പയ്യന്നൂരാണ് ചെയ്യുന്നത്. മരമീടൻ നാടകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിന് മുമ്പ് നമ്മൾ മാറ്റിവെച്ച തലകൾ എന്ന് പറയുന്ന അതിപ്രശസ്തമായ നാടകം ചെയ്തതിന് ശേഷം തോമസ് മാന്റെ നോവൽ ബേസ് ചെയ്ത് അതിന് പിന്നെ വലിയൊരു കഥയുണ്ട്. അത് എടുക്കാനുള്ള ഒരു പശ്ചാത്തലം പിന്നെ പറയാം. അപ്പൊ അത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അത് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ അക്കാദമി മത്സരം വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായൊരു ആംഗിളിൽ നിന്നുകൊണ്ട് നമുക്ക് നാടകം ചെയ്യണം എന്നുള്ളൊരു ധാരണയുണ്ടാകണം. അപ്പം വളരെ അനാർഭാടമായി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം നേരിട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് തന്നെയാണ്. അപ്പം അതൊരു സംഘം പയ്യന്നൂരാണെങ്കിൽ പോലും നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭരായ നടന്മാരെയാണ് നമ്മളതിൽ കാസ്റ്റ് ചെയ്യുന്നത്. അവരുടെ പേരുകൾക്ക് എല്ലാവരും പേരും ഓർമ്മയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അന്ന് അക്കാദമിയുടെ മത്സരത്തിന് ഏറ്റവും നല്ല നടനുള്ള സമ്മാനം കിട്ടിയ ബാലേന്ദ്ര മാഷാണ് അന്ന് അവാർഡ് കിട്ടുന്നത്. പിന്നീട് പുസ്തകത്തിലൊക്കെ ഇത് ബാലേന്ദ്ര മാഷ് എന്റെ അധ്യാപകനും കൂടിയാണ്. രാജാശ്രീ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മാഷും കൂടിയാണ്. ഒരു അസാധ്യ നടനാണ് അയാള്. നല്ല പ്രായമൊക്കെ ഉണ്ടായ ഒരാളാണ്. അയാളാണ് രാജാവായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൂടാതെ അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ ഗോപാലട്ടൻ, അതുപോലെ പിന്നെ ബാലകൃഷ്ണൻ, പപ്പിനിശ്ശേരി ബാലകൃഷ്ണൻ, അതുപോലെ KP കൃഷ്ണൻ എന്ന് പറയുന്ന നടൻ, മുരളി എന്ന് പറയുന്ന നടൻ, T പവിത്രൻ, അങ്ങനെയുള്ള എല്ലാ ആളുകളും അതിലുണ്ട്. ഏറ്റവും മികച്ച നടന്മാരാണ്. നടിയും അതുപോലെ നടികൾ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും അതില് പിന്നെ നടന്മാര് അവരുടെ ആകൃതിയും പ്രകൃതിയും നമ്മളിൽ ഉപയോഗിച്ചിട്ടില്ല. ഇവര് വന്നതിന് ശേഷം പിന്നെ ഇവരുടെ നീളം, ബോഡി ലാംഗ്വേജ് എല്ലാം, നീളക്കുറവ്, നീളക്കൂടുതൽ, അവരുടെ കഷണ്ടി എല്ലാം ഈ നാടകത്തിലേക്ക് പിന്നീട് ഓരോന്നായി എഴുതപ്പെട്ട് വന്നതാണ്. അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാല് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അന്ന് വലിയ ട്രെൻഡ് ഉണ്ടാക്കിയ നാടകം അത് പിന്നെ പറഞ്ഞു വരുന്ന സമയത്ത് എപ്പോഴും ആ നാടകം സമകാലികമാവും. അതതിന്റെ പ്രത്യേകത എപ്പോഴും ആവും. അത് മാത്രമല്ല അന്നന്ന് ഉണ്ടാകുന്ന ഏറ്റവും തമ്മിലുള്ള അന്ന് ഏറ്റവും വിഷയത്തിൽ വരുന്നത്. അതുകൊണ്ട് ഓരോ വാർത്തയും നമ്മളിപ്പോ രാവിലെ അങ്ങനെ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാല് അത് അങ്ങനെ വരുന്നത്. അപ്പൊ അത് എവിടെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അന്ന് നമ്മളത് തയ്യാറാക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടന്മാർ അത് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യും, ഇംപ്രവൈസ് ചെയ്യും.
അപ്പൊ ആളുകൾ ഞെട്ടിപ്പോയി. ഇന്ന് രാവിലെ ചില വാർത്തകൾ വന്നൊരു സംഭവമാണല്ലോ കയറി വരുന്നതെന്ന്. അങ്ങനെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ആ നാടകം. അപ്പൊ അത് പിന്നീട് പ്രൊഫഷണൽ നാടകമായിട്ടും ചെയ്തു. അത് വേറൊരു രീതിയിൽ നമ്മൾ ചെയ്തത്. അത് യമുന എന്റർടൈനേഴ്സ്, ലിഷോയ് സിദ്ധരാജ് തൃശ്ശൂർക്കാരാണ് ചെയ്തത്. പ്രേമേട്ടനിലൊക്കെയാണ് അതിൽ ലിഷോയ് പ്രേമേട്ടനിലാണ് പ്രേമേട്ടനിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് രണ്ടാണ്. പക്ഷെ ഷാർപ്പായി വരുന്നൊരു സംഭവം നമ്മൾ അമേച്ചർ നാടകം തന്നെയായിരുന്നു. അതിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. അപ്പൊ അത് റേഡിയോ നാടകമായിരുന്നു. എല്ലാ രീതിയിലും അത് നാടകങ്ങൾ പല രീതിയിലും. ഇത് മാത്രം ആസ്ട്രേലിയ അടുത്ത കാലത്ത് ശശിധരൻ നടുവില് നാടകം ചെയ്തിരുന്നു. അപ്പം അത് ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ടോ വീണ്ടും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഇതിന്റെ ചെറിയ വെർഷൻസ് ഈ പറഞ്ഞ കോളേജ് മത്സരങ്ങളുടെ പിന്നീട് എടുത്ത് കുറച്ച് നമ്മൾ തന്നെ ഇത് വേറെ രീതിയിലൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ വേറെ ചെയ്യുന്നു. എന്റെ അച്ഛനൊക്കെ അഭിനയിച്ചു. എനിക്ക് ആ പ്ലേയിൽ തോന്നിയെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ഗൗരവപൂർവ്വം പറയുകയും ആക്ഷേപഹാസ്യത്തിലൂടെ പറയുന്നത് രണ്ട് രീതിയാണ്. വളരെ സീരിയസ് ആയിട്ട് രാജാവിന്റെ സ്ഥാനം പറയുന്നത് അങ്ങനെ പോകുന്ന പ്ലേകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ജോൺ കഥകള് പിന്നീട് അറിയാലോ, ജോൺ ചെന്നായ്ക്കൽ പട്ടിമരണത്തിലൊക്കെ രാജാവ് എന്ന് പറഞ്ഞ ഭാഗം വരുമ്പോ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരാളും കൊണ്ടുമാണ് അവര് രാജാവങ്ങാവ് ആക്ഷേപഹാസ്യത്തിന്റെ മാക്സിമം അധികം. അപ്പൊ എനിക്ക് തോന്നുന്നത് ആക്ഷേപഹാസ്യത്തിലൂടെ ഒരു കാര്യം പറയുക എന്നുള്ളത് നല്ല ഒരു മാതൃകയാണ് മരമേട്ടൻ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് അങ്ങനെ പറയുമ്പോഴാണ് അതുകൊണ്ടാണ് വന്ന് വീഴുന്നത്. വന്ന് വീണ് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം വരുമ്പോഴാണ് അവർ ഞെട്ടലുണ്ടാക്കുന്നത്. അത് ഇതുവരെ ചിരിച്ച ആളുകളൊന്നും ഞെട്ടിപ്പോകുന്നത് അതിന്റെ അവസാനം ആരും ഇതേപോലെ ആ ഒരു വലിയൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നേറിയത്. മാറ്റിവെച്ച തലകളുടെ തൊട്ട് മുമ്പാണ്. അതിന് തൊട്ട് മുമ്പാണ്. അത് വലിയൊരു ചരിത്രമാണ്. അത് ഇതിപ്പോ വി ശശി ഡയറക്ട് ചെയ്തത്. മിക്കവാറും രാജമോഹൻ അധികം 90% ശശിയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ കെട്ടിക്കാഴ്ചകൾ ബഹളങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സൂക്ഷ്മമായിട്ട് നടീനടന്മാരെ ബിഹേവിംഗ് റിയാക്ഷൻ അത് കൊണ്ടുവരിക. പിന്നെയാണ് എല്ലാ ഇതും സംവിധാനം പഠിക്കേണ്ടത്. മറ്റൊരു ഒരു കാര്യം, ഈ ഒരിക്കലും ടെക്സ്റ്റിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തില്ല. അത് കളഞ്ഞു വിളിച്ചിട്ടുള്ള ഒരു പരിപാടി ചെയ്യില്ല. അതാണ് നമുക്ക് അദ്ദേഹത്തോട് തോന്നുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. കാരണം ചെയ്യേണ്ടതാണ്, അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും. അപ്പൊ അതിനെങ്ങനെ അത് ആ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അത് പിന്നെ എഴുതുക, പിന്നെ തിരുത്തി എഴുതുക എന്ന് പറയുന്ന ഒന്നിലേക്ക് നമുക്കത് രണ്ട് സമ്മതത്തോടു കൂടി മാത്രം കടന്നു പോകുന്ന പ്രോസസ്സാണ്. അത് റിഹേഴ്സൽ പ്രോസസ്സിലൂടെ അതുണ്ട്, നടക്കുന്നില്ല. അപ്പൊ റിഹേഴ്സൽ ക്യാമ്പിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ എഴുത്തുകാരൻ മാറി നിൽക്കുന്നില്ല, സ്ഥിരമായി കൂടെ ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് തന്നെ തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നെ അതെ അത് ഈ ബാലേന്ദ്രൻ എന്ന് പറയുന്ന നടൻ എന്ന് പറയുന്ന മനുഷ്യന് അസാധ്യമാണ്. അയാളുടെ ഒരു നോട്ടവും അയാളുടെ ഒരു ചിരിയും ടൈമിങ്ങും അസാധ്യമാണ് ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞാല്. പിന്നീട് ഈ നാടകം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ ആ ഒരു രീതിയിൽ കാസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, അന്ന് ഞാൻ അക്കാഡമിയിൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞൂടെ അത് ഫസ്റ്റ് അത് കൊണ്ടു, മറ്റു വേറെ ഡയറക്ടറൊക്കെ കൊണ്ടു. പക്ഷെ മികച്ച നാടകം അതായിരിക്കും എന്ന് ഈ നമ്മളെ ഈ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുമ്പോൾ എനിക്ക് പ്രേമേട്ടനോട് വലിയ ബഹുമാനം തോന്നിയ സന്ദർഭം അതാണ്. പ്രേമേട്ടന് വേണ്ടിയിട്ടാണ് ഈ റോൾ നമ്മൾ നിശ്ചയിച്ചത്. അപ്പൊ നമ്മ പറയുന്ന ആ മൂഡിലേക്ക് പ്രേമേട്ടൻ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ജഡ്ജല്ല, പിന്നെ ചെയ്തത് ആദ്യം രാജാവിന്റെ റോൾ തന്നെയാണ് മൂപ്പർ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ മൂപ്പർ പറഞ്ഞു വേണ്ട, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഞാൻ മറ്റൊരു റോൾ എടുത്തോളാം എന്ന് പറയുമ്പോൾ നമ്മളെ അതെ. പിന്നെ അതാവുന്നു, പിന്നെ ജഡ്ജാവുന്നു, അങ്ങനെ 2-3 റോളായിട്ട് മാറി മാറി പ്രേമേട്ടൻ വരുന്നുണ്ട്. ഇതിന്റെ മാറ്റിവെച്ച തലങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പൈനൽ കോളേജ് പഠിക്കുമ്പോഴാണ് ഈ നാടകം എഴുതുന്നത്. പൈനൽ കോളേജ് പഠിക്കുമ്പോൾ തന്നെ അത് 84 കാലമായിട്ട് വരുന്നത്. അപ്പൊ 83-84 കാലത്താണ് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അന്ന് പൈനൽ കോളേജിൽ ഞാൻ പാക്കനാട് സുത്ത് എന്ന് പറഞ്ഞ നാടകമായിരുന്നു. അത് ഇന്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്നേരം നാടകത്തിൽ എന്നുള്ള രീതിയിൽ പൈനൽ കോളേജ് അറിയാം. പക്ഷെ ഈ മാറ്റിവെച്ച തലകൾ എടുക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. മാറ്റിവെച്ച തലകൾ എന്ന് പറയുന്ന നോവലായിരുന്നു തോമസ്. പഠിക്കാനുണ്ടായിരുന്നു. ആ പഠിക്കാനുണ്ടായതാണ് അവിടെ വലിയ പ്രശ്നമായിരുന്നു. പഠിക്കാനുണ്ടായ സമയത്ത് ഡിഗ്രിക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മളെ പ്രൊഫസർ MR ചന്ദ്രശേഖരൻ പൈനൽ കോളേജ്. പക്ഷെ ആ നോവല്
പുറത്തേക്ക് വന്നപ്പോൾ പഠിക്കാനും വന്നപ്പോൾ അതിൽ ഭയങ്കരമായ ചർച്ചയുണ്ട്. അതിൽ കുറെ അശ്ലീലമുണ്ട്, ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ നശിപ്പിക്കുന്നു. അത് ഭയങ്കര സമരം തുടങ്ങി. കോളേജിൽ സമരം തുടങ്ങി ഭയങ്കര പ്രശ്നമായി പുസ്തകം കത്തിക്കാൻ തുടങ്ങി. ശരി. അപ്പൊ നമുക്കത് ഭയങ്കര തോന്നി, പുസ്തകം കത്തിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് എന്റെ പ്രൊഫസറാണ്, ഞാൻ മലയാളമാണ്, മൂപ്പറ് ഡിപ്പാർട്ട്മെന്റിലാണ്, പിന്നെ ഞാൻ കുട്ടിയായിട്ട് പോയിരുന്നു. അപ്പോഴല്ല പിന്നെ നമ്മളൊന്ന് പെട്ടെന്ന് നമുക്കൊരു ബീം നാടകോത്സവം മത്സരം ബാങ്ക് എംപ്ലോയീസിന്റെ തിരുവനന്തപുരത്ത് നടക്കുന്നു. അപ്പൊ ആട് സ്ക്രിപ്റ്റ് എനിക്ക് എത്ര അപ്പൊ അങ്ങനെ ഒരു മത്സരം വന്നപ്പോ നമുക്ക് പെട്ടെന്ന് തോന്നി ഒരു മത്സരത്തിന് ഒരു നാടകം എന്തെങ്കിലും അയക്കണം. അപ്പോഴാണ് പെട്ടെന്ന് നമ്മളെല്ലാം കൂടി ചർച്ച ചെയ്ത് മാറ്റിവെച്ചത് അങ്ങനെയാണ് മാറ്റിവെച്ച കഥകൾ ചെയ്യുന്നത്. ചെയ്തിട്ട് വളരെ ഒരാഴ്ച മാത്രമേ ഇതിന് സമയമുള്ളൂ എഴുതാൻ. പലപ്പോഴും ഞാൻ എഴുതുകയും ചിലപ്പോഴും ശശിധരന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ആ നാടകം ചെയ്യുന്നത്. എന്നാൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തത് നമ്മള് ഒരു KP കൃഷ്ണൻ എന്ന് പറഞ്ഞ് അയാള്, പിന്നെ അയാളൊരു പ്രത്യേകത പറഞ്ഞാൽ അയാള് 30-35 വയസ്സ് ബീഡി കമ്പനിയിലും പോയതിനു ശേഷം എന്നിട്ട് പിന്നെ അല്ലല്ല നമ്മള് പയ്യന്നൂരിലെ കൃഷ്ണൻ. അപ്പൊ അദ്ദേഹം കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വന്ന മനുഷ്യനാണ്. പ്രീ ഡിഗ്രി 19 ബീഡി കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ മൂപ്പര അതിന്റെ മുഴുവൻ കൺട്രോൾ ചെയ്യും. അങ്ങനെ ആ നാടകം നമ്മള് ഭീമിൽ കളിച്ചപ്പോൾ അന്ന് നരേന്ദ്രപ്രസാദ്, വേണുകുട്ടൻ നായർ പോലുള്ള ആളുകളാണ് ജഡ്ജിയായിട്ട് വരുന്നത്. ആ നാടകം കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഭരതമുരളിയാണ്. അത് ഭയങ്കര മുഹൂർത്തം. അത് ഭരതായിട്ടില്ല, അന്നേരം മൂപ്പറാണ്. പിന്നെ 3 വർഷം മുമ്പ്. അപ്പം ഈ നരേന്ദ്രപ്രസാദ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഹയവദനിയും ഇതിനോട് ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു സാധനമാണല്ലോ. ഇത് നമ്മൾ രണ്ട് സമീപനം. അപ്പൊ അദ്ദേഹം പറഞ്ഞു പിന്നെ ഇത് അപ്പൊ അത് പിന്നീട് ഭീമിന്റെ മത്സരം, ആലുവ ഫാക്ടിൻ്റെത്, കൊയിലണ്ടി സൈമ, പിന്നെ തലശ്ശേരി ശ്യാമ, കണ്ണൂർ റെഡ് സ്റ്റാർ, ഈ മത്സരത്തിലെല്ലാം അവതരണം, നടൻ, നടി, സംവിധാനം കിട്ടുന്നതാണ്. എന്തായാലും എക്സ്പെരിമെന്റൽ തിയേറ്ററിന്റെ ഡിസൈനും പക്ഷെ ഇതിൽ വെറും ഇതേപോലെ നമ്മൾ വെറും ബ്ലാക്ക് കറക്റ്റാണ്, ഒരു പെട്ടി മാത്രമാണ്. പിന്നെ ഉപയോഗിച്ചത് മുഴുവൻ ഈ ആളുകളുടെ ശരീരമാണ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത്. ആ ശരീരത്തിലാണ് രംഗത്ത് പ്രസവം നടക്കുന്നത്, വൃക്ഷം ഉണ്ടാകുന്നത്, പിന്നെ തോണി യാത്ര നടത്തുന്നത്, പിന്നെ ചുമർ ചിത്രങ്ങൾ ഉണ്ടാകുന്നത്, എല്ലാം ഈ ശരീരം വെച്ചിട്ടാണ്. ഞാനെല്ലാം അഭിനയിക്കുന്നുണ്ട്. പ്രധാന ശ്രീരാമനും നന്ദനാണ് ഒരു പ്രധാന ക്യാരക്ടർ. അതില് നല്ല ബോഡി, ഇപ്പം കാണും പോലെ അല്ല, നല്ല ബോഡിയും കാര്യങ്ങളെല്ലാം ഉള്ള നന്ദന്റെ റോളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ രണ്ടാളും മത്സരിച്ചിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്, ശ്രീരാമൻ നന്ദൻ. ശ്രീരാമൻ ചെയ്തത് ബാലഗോപാല മാഷ്, ഉദിനൂർ ബാലഗോപാല, അദ്ദേഹത്തിനാണ് അതിൽ ഏറ്റവും വലിയ നടനില് കിട്ടുന്നത്. ഇനി വേറെ തമാശയില്ല കേട്ടോ, അതിന് രണ്ടാമത്തെ നടനില് ഇത് കിട്ടുന്നത് ജഗദീഷിനാണ്, സിനിമാ നടൻ. രണ്ടാമത്തെ ആയിട്ടാണ്. അപ്പം ഞാൻ അതിശയിച്ചതല്ല, ജഗദീഷ് പിന്നെ വേറെ വഴിക്കൊന്നും പോയില്ല. ഈ ബാലഗോപാല മാഷ് നമ്മളെ ഇവിടെ ഒതുക്കി പോയി, അവിടെ സ്ഥലത്തേക്ക് ഒതുക്കി. ഇല്ല. പിന്നെ മറ്റു ചില നാടകങ്ങൾ, ചെറിയ നാടകങ്ങളാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് പറയുന്നത്. അത് കേരളത്തിൽ അന്നത്തെ ഏറ്റവും വലിയ ചർച്ച ചെയ്തപ്പെട്ട ഒരു നാടകമാണ്. അത് ടെക്സ്റ്റായിട്ടുണ്ട്. അത് പല രീതിയിലും നമുക്ക് ഇന്നും ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാം കണ്ടംപററി വിഷയങ്ങളിലേക്ക് എങ്ങനെ അത് മർജ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത്. അതെ അത്രേ ഉണ്ട്. അത് സ്ത്രീയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ പ്രശ്നങ്ങള് ആ നോവലിൽ ഇല്ലാത്തൊരു ഭാഗം കയറി വരുന്നത് അവിടെയാണ് ശരിക്കും വരുന്നത്. അപ്പൊ അത് പിന്നെ അത് ഒരു വലിയൊരു രീതിയിൽ നമ്മുടെ കേരളത്തില് പിന്നെ അന്ന് പിന്നെ പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 10 പ്രധാന സംഭവങ്ങളിൽ ഒന്ന് മാറ്റിവെച്ച തലകൾ നാടകമാണ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള മരമൂടങ്ങൾ, പിന്നെ ചെറിയ നാടകങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നീട് ഉണ്ടായ വലിയ ബ്രേക്ക് എന്ന് പറയുന്നത് സംഗീത അക്കാദമിയുടെ കോളേജ് ഡേയ്സ് കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞിട്ടാണ്. പിന്നെ അവിടെ പിന്നെയുള്ള യാത്ര എന്ന് പറഞ്ഞു മരമീടം കഴിഞ്ഞിട്ട് വിശ്വസി തന്നെയാണ് ലാസ്റ്റ് തീരുമാനം ചെയ്യുന്നത്. പിന്നെ മാനസാന്തരത്തിന്റെ ബാക്കി പത്രം നാടകങ്ങള്, പിന്നെ ചക്ഷുശ്രവണ ഗളസ്തമാന്തരത്തിലും ചക്ഷുശ്രവണ ഗളസ്തമാന്തരത്തിലും ഭയങ്കരമായിട്ടില്ല. അതായത് ആ എഴുത്തച്ഛന്റെ പിന്നെ കവിതയുടെ ഒരു വാക്കാണ് എടുത്തത്. പിന്നെ കണ്ണ് തന്നെ ചെയ്യാവുന്ന പാമ്പ്,
ചക്ഷുശ്രവണ ഗടസ്തവം ദർദുരു, പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള എന്നുള്ളതാണ് വിഷയം എന്ന് പറയുന്നത്. ജീവിതം അതിന്റെ ഗംഭീരമായൊരു അത് ശശിയായിട്ട് നല്ല ചെയ്തത്, അത് മാറി ചെയ്തൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ കുറെ നാടകങ്ങൾ, പിന്നെ ഈ എലിയെ കൊല്ലം തമ്പുരാൻ ഇല്ല ചോട്ടായിരുന്നു, അത് ഇന്റർ യൂണിവേഴ്സിറ്റിക്ക് സമ്മാനം കിട്ടിയ സാധനം. ഇന്റർ യൂണിവേഴ്സിറ്റി, കണ്ണൂരില്ല, എല്ലാം കൂടി വരുന്നത്. പിന്നെ അത് പുറത്ത് ബോംബെയിലൊക്കെ കളിച്ച നാടകമാണ്. അപ്പൊ അത് പിന്നെ ഇതുപോലെ തന്നെ വളരെയധികം നമ്മുടെ നേരത്തെ ഉണ്ടായ പിന്നെ ഭാഷയോ കാര്യമോ അതിന്റെ ഫ്രെയിമോ ഒന്നുമല്ല, ഡിസൈൻ ഒന്നുമല്ല, വേറെ ഒരു സംഭവമാണ് കളിച്ചത്. അത് പിന്നെ പല ഭാഷകളിലും അത് വന്നു, ഹിന്ദിയിൽ വന്നു, ഇംഗ്ലീഷിൽ വന്നു, അവതരണങ്ങൾ വന്നു. അപ്പൊ ആ അവതരണങ്ങളെല്ലാം പിന്നെ സമ്മാനങ്ങള് ലഭിക്കുകയും ചെയ്തു. ബോംബെയിലൊക്കെ അവതരിപ്പിച്ച നാടകങ്ങളാണ്. പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് ചെറിയ ചെയ്തു. ബൊളീവിയ എന്ന് പറഞ്ഞ വലിയ നാടകങ്ങൾ, തിരുനാടകങ്ങൾ, നോട്ടം എന്ന് പറയുന്ന നാടകം ഏറ്റവും കൂടുതൽ കളിച്ചൊരു നാടകമാണ് നോട്ടം എന്ന് പറയുന്നത്. നാട്ടത്തിലുള്ളപ്പോഴും കുറച്ച് നാടകത്തിലെ ശേഷം എന്നൊക്കെ പറഞ്ഞ നാടകം ചെയ്തിരുന്നു. അല്ലാതെ തന്നെ ഒരുപാട് ചെയ്തിരുന്നു. പിന്നെ കളക്ഷൻ അങ്ങനെ വരുന്നത്. അതെ അതെ, അക്ഷരവണ്ടി എന്ന് പറയുന്ന നാടകങ്ങളാണ്. പിന്നെ ഈ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അത് അങ്ങനെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യില്ല. പിന്നെ ബൊളീവിയ ചെയ്തിരുന്നു, ചെഗുവേരനെ വെച്ചിട്ടുള്ള ഒരു നല്ല ടെക്സ്റ്റ്, അത് പുസ്തകമായിട്ട് വരികയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ഒരുപാട് നാടകങ്ങൾ. കോളേജ് ഡേയ്സ് കഴിഞ്ഞ അധ്യാപകനായിട്ട് ജോലി ആദ്യം വരുന്നത് ഒരു UP സ്കൂളിലാണ്. അതിൽ നീലേശ്വരൻ ബി എഡ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കയറുന്നത് നീലേശ്വരൻ രാജാസി സ്കൂളിന്റെ രാജാസി സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂൾ കൂടിയാണ്. അവിടെ അല്ല, അവരുടെ പിന്നെ അച്ചാതിരുത്തി സ്കൂൾ, അവിടെ ഒരു വർഷം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. UP അധ്യാപകൻ മലയാളം. അത് UP പിന്നെ എല്ലാം പഠിപ്പിക്കണം. ആടുന്ന ഒരു കൊല്ലം കഴിഞ്ഞ ഉടനെയാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നു. ഹൈസ്കൂൾ അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, എഴുത്തപ്പോഴുണ്ട്. അങ്ങനെ ആണ് പിന്നെ അവിടെ എത്തുകയും. പക്ഷെ ആ സ്കൂളിലേക്ക് എത്തുമ്പോഴൊരു വലിയ കാര്യം, ഭയങ്കര സ്കൂളാണ്. അത് യുവജനോത്സവത്തിനൊക്കെ വലിയ പ്രാധാന്യം സ്കൂളാണ്. സംസ്ഥാനത്ത് വലിയ സമ്മാനമൊക്കെ, ഡ്രാമയും ആടെയാണ് നമ്മൾ കുറച്ച് പ്രശ്നം വന്നത്. ഡ്രാമ ഞാൻ ആ പോയ പോലെ എടുക്കുന്നുണ്ട്. പക്ഷെ ആടെ അന്നത്തെ ഗ്രൂപ്പുകളില് ഈ ഓർക്കസ്ട്ര ഗാനമേള എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇത് വന്നുകൊണ്ട് കൊണ്ടുപോകാന്നുള്ളത് വരുമ്പോ ഈ അന്ന് ഞങ്ങളുടെ സംഗീത രത്നം കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ അടുത്ത മാഷാണ്. അപ്പം ഞാൻ വരുന്ന കുറെ കൊല്ലങ്ങളായിട്ട് സ്റ്റേറ്റിൽ പോകുന്നത് ഗാനമേള ഓർക്കസ്ട്ര. അപ്പൊ അതിലേതും ഒന്നിനെ കളഞ്ഞാൽ മാത്രമേ എനിക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കൊല്ലം ആ പരീക്ഷ നടത്തി വിജയിച്ചിരുന്നു. പക്ഷെ എന്നാലും ഈ ഗാനമേള ഓർക്കസ്ട്ര ഇതിനേക്കാളും ബാധ്യതയും ചെലവും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് എളുപ്പം അവിടെ ഒരു അധ്യാപകനുണ്ട്, അയാള് ഏറ്റവും ഗംഭീരമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സ്റ്റേറ്റിൽ പലപ്പോഴും സമ്മാനം കിട്ടുന്നത് കൊണ്ട് പിന്നെ അതിലേക്ക് വന്നപ്പം സ്കൂളിൽ നാടകം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല, മാറിപ്പോയി. പിന്നെ ഞാൻ എടുത്തത് പിന്നെ ചട്ടഞ്ചാല സ്കൂളിനൊക്കെ വേണ്ടിട്ട് എടുത്തിരുന്നു. അതാണ് മാനസാന്തരത്തിന്റെ ബാക്കി പത്രം സ്റ്റേറ്റിൽ തന്നെ സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും നല്ല നാടകമായിട്ട് കിട്ടിയത്, മാനസാന്തരത്തിന്റെ ബാക്കി പത്രം പറഞ്ഞ നാടകം. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു മാറ്റങ്ങൾ, അത് നിരന്തരം ചെയ്യുന്ന പ്രശ്നം അന്നേരം ഇല്ല. അപ്പൊ പിന്നെ മാത്രമേ ഈ ഉത്തരവാദിത്വം ഈ യുവജനോത്സവത്തിന്റെ ആക്കാലത്ത് സ്കൂളിന്റെ ചെയർമാനും കൺവീനറിലാവും ഇല്ല. അപ്പൊ അങ്ങനെ പോയത് കുറച്ച് ആ സമയത്ത് ശശിയേട്ടനും നാടകം ചെയ്യുന്നതിന് കുറച്ച് പിൻവാങ്ങി. അപ്പൊ എന്താ കുറച്ച് പിൻവാങ്ങി. സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല നാടകങ്ങളും അങ്ങനെ വെക്കും, അത് വായിക്കും, പിന്നെ എടുക്കാൻ തോന്നും. എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ പിന്നെ എല്ലാം ഒത്തു വരുന്നില്ല, ആളുകൾ ശരിയാകുന്നില്ല. അങ്ങനെയുള്ള എത്ര സ്ക്രിപ്റ്റ് ഇപ്പോഴും ഉണ്ട്, ഇപ്പം ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് അതിന്റെ ഒരു വലിയ ടേണിങ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒരു ദിവസം പിന്നെ നമ്മുടെ ഒരു ശിഷ്യൻ ഞാൻ പഠിപ്പിച്ച ആ കക്ഷി പെട്ടെന്നൊരു ദിവസം ഭാര്യയും കുഞ്ഞുങ്ങളെല്ലാം കൂട്ടി വീട്ടിലേക്ക് വരും. എന്നിട്ട് എന്റെ അമ്മയുടെ മുമ്പ് എന്നെ സാഷ്ടാംഗം നമസ്കരിക്കും. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ നീ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ എന്തെല്ലോ ആയി നടന്നു പോയതാണ്, പരീക്ഷ ഒന്നും എഴുതാൻ ഒന്നുമില്ലാന്ന് എല്ലാവരും വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള കുട്ടികളാണ് എന്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അങ്ങനെ ഞാൻ പിടിച്ച് പിന്നെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇരുത്തി. ഞാനെപ്പോഴും ശ്രദ്ധിക്കും വരുന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മുങ്ങിക്കളയാം. പക്ഷെ ആ ഒരു സ്നേഹം, പിന്നെ നമ്മ മലയാളത്തോട് ഒരു വല്ലാത്തൊരു സ്നേഹം തോന്നും. അപ്പൊ അങ്ങനെ പോയി എടുത്ത് പാസ്സായി, നല്ല മോശമൊന്നുമല്ല. പിന്നെ അതിനെ കുറിച്ച് അറിയുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കും ബാംഗ്ലൂരിലാണ് ഡോർ ടു ഡോർ
ഈ സാധനമൊക്കെ വിറ്റ് നടന്ന കക്ഷിയാണ്. പക്ഷെ പിന്നീട് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുകയും ഇന്റർ കാസ്റ്റ് മാരേജ് ആണ്. അവര് ഗൾഫിൽ എത്തിയതിനു ശേഷം വലിയ കോടീശ്വരനായി. കോടി തന്നെ വേണം പറയാം. അങ്ങനെ വന്നിട്ട് അങ്ങനെ വന്നു പറഞ്ഞു. അതിന്റെ അമ്മയോട് പറഞ്ഞു, മാഷ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായാലും മാഷ് മറക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, മാഷ് എന്തിങ്ങനെ നമ്മള് ദുർഗയിൽ നാടകം നെടിയപ്പല്ല നമ്മൾ എന്തെങ്കിലും നാടകം ഭയങ്കര സ്ക്രിപ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. പുസ്തകം ആക്കി പുസ്തകം ആക്കിയില്ല. നമുക്കിത് പുസ്തകമാക്കണമെന്നൊരു ധാരണയില്ല. നാടകല്ലേ, എഴുതി സ്ക്രിപ്റ്റിലും പോയി കലാസാധ്യതകളിൽ പോയി അവിടെ കൊടുത്തു പറ്റില്ലേ. അപ്പൊ പറഞ്ഞു നിർബന്ധമായിട്ട് മാഷ് പുസ്തകമാക്കി. ഇപ്പൊ എന്താ പറയാ, 2010 അത്രയും കാലം കഴിഞ്ഞു. അതിന് ശേഷമാണ് എന്നോട് പറയുന്നത്. അപ്പൊ പറഞ്ഞു, മാഷ് പിന്നെ ഫോൺ നമ്പർ ഞാൻ അന്ന് എന്റെ ഫോണില്ല, ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു, അല്ല മാഷ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അല്ല വേണമില്ലേ, ഞാൻ ഇവരോട് ചോദിക്കാൻ അക്കൗണ്ട് നമ്പർ കൊണ്ടുപോയതിനു ശേഷം ഇവന്റെ അടുത്തൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറയാം, മാഷിന്റെ പേരിൽ ഞാൻ ഇത്ര പൈസ കിട്ടുന്നു, അതിനെക്കൊണ്ട് മാഷ് പുസ്തകം മാഷ് എനക്കും ഓനെ വിളിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഓൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞില്ല, ആ പൈസ തിരിച്ചെടുത്തു, ഞാൻ എന്റെ പൈസകളും പുസ്തകം പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഓൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ആ പൈസയുടെ കിടക്കും, ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കില്ല, മാഷ് വേറെ ഒന്നും ഉപയോഗിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വല്ലാത്ത അക്കലാപ്പിൽ ഇങ്ങനെ പെട്ടെടുക്കുമ്പോ എന്റെ വിദ്യാർത്ഥി തന്നെ അത് ശുഭ ടീച്ചർ തന്നെ, അത് നന്നായി വായിക്കും. ടീച്ചറാണ്, സ്റ്റുഡന്റ് അല്ല, എന്റെ ഇതിൽ തന്നെ ടീച്ചറാണ്, UP-യിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവര് നന്നായിട്ട്, ഇപ്പൊ ഞാൻ ലൈബ്രറിയും കൂടിയാണ്, കവയിത്രി ലൈബ്രറി. ഇവരെടുക്കുന്ന പുസ്തകങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, സാധാരണ ഇവര് എടുക്കുന്ന പോലെയല്ല. അപ്പൊ ഏറ്റവും ഗംഭീരമായ പുസ്തകം, പിന്നെ വായിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ പുസ്തകം കൊണ്ട് തരും. അപ്പൊ ഞാൻ ഇതെന്നെ വായിച്ചിട്ട് ഞാൻ കൊണ്ട് ഇതൊന്നും വായിക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചില ചോദിക്കുമ്പോ അസലായിട്ട് വായിച്ചിട്ടുണ്ട്. അതിന്റെ സൂക്ഷ്മതയിലേക്ക് ഒരു ഗംഭീരമായിട്ട് പോയിരുന്നു. അങ്ങനെ ഇങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ പ്രശ്നം വെച്ചാൽ അപ്പാന്ന് അതിനെ പിടിച്ചു പറഞ്ഞാൽ മാഷ് എന്തെങ്കിലും പുസ്തകമാക്കണം നിർബന്ധമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ മരമീട് എന്നുള്ള നാടകമാക്കണം എന്ന് പറഞ്ഞ് EP രാഘവനെ നിർബന്ധിച്ചോണ്ട് മൂപ്പര് അവതാരികളിലേക്ക് തന്നിട്ട് കൊല്ലം കയ്യിലായി. അപ്പൊ ഞാൻ വിചാരിച്ചത് പിന്നെ മരമീടൻ പുസ്തകമാക്കാം. അപ്പം ടീച്ചർ പറഞ്ഞു, അത് ഉണ്ടല്ലോ, നിങ്ങൾ ഏറ്റവും ഇപ്പൊ കുറച്ചായാലും എഴുത്ത് കുറച്ച് നിന്നിട്ട് പുതിയ സംഭവം എഴുതിയിട്ട് അത് പുസ്തകമാക്കിയാന്ന് ചെറുനാടകങ്ങൾ. അങ്ങനെ അവർക്ക് പെട്ടെന്ന് തോന്നുമ്പോഴാണ് ഞാൻ പിന്നെ പുതിയൊരു നാടകം എഴുതുന്ന തന്നെയാണ് നല്ലതെന്ന്, 2 നാടകങ്ങളും ഏറ്റവും പുതിയത് എഴുതണം. അങ്ങനെയാണ് ത്രാസം കെട്ടി എന്ന് പറയുന്നത്. അത് ഗംഭീര സ്ക്രിപ്റ്റാണ്. അത് പിന്നെ ത്രാസം കെട്ടിയും അതുപോലെ തന്നെ തുളയും എന്ന് പറയുന്നത്. അപ്പം അതിനൊരു അവതാരി വേണം. അപ്പം ടീച്ചർ അടുത്ത ബന്ധു കൂടിയാണ് അപ്പുകുട്ട മാഷുണ്ട്. അപ്പൊ ഞാൻ പോയിട്ടൊന്നുമില്ല, പിന്നെ എനിക്കിത് പോയിട്ട് എനിക്ക് അവതാരിക തരുമോന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പോകാനും പോകുന്നില്ല. മൂപ്പറിനെ പോയി അവതാരിക്കാനും മേടിച്ചു. അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിച്ചിട്ട് ഏതാനും മാസങ്ങൾക്കാണ് പിന്നെ ആദ്യത്തെ അധ്യാപക കലാസാഹിത്യ സംസ്ഥാന അവാർഡിന് ക്ഷണിക്കുന്നത്. ഇത് കൊടുക്കലും അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഒരു ശിഷ്യനിൽ നിന്ന് തുടങ്ങിയിട്ട് ശിഷ്യന്റെ വരദാനം പോലെ ഒരു അധ്യാപക കലാസാഹിത്യ അവാർഡ് ആദ്യം കിട്ടിയത്. പിന്നെ ഞാനത് AP കളക്കാട് അവാർഡിന് അയക്കുന്നു, അതിനും കിട്ടും. അപ്പൊ എരുമയിൽ എന്നെ സ്ക്രിപ്റ്റിൽ മാറ്റിരുന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വിടരുത്, നന്നായിട്ട് ഇന്നത്തെ പിന്നെ കഴിവുണ്ട്, എന്തായാലും എഴുതണം. പിന്നെ വേറൊരു പിന്നെ കാര്യം കൂടിയുണ്ട്, പിന്നെ നമ്മൾ ഈ AP കളക്കാട് അവാർഡ് കിട്ടിയ ചെറിയ ആളെന്ന് വിചാരിക്കണ്ട. പിന്നെ ഏറ്റവും കോവിലിനെല്ലാം ആദ്യം തട്ടയത്തിന് ഇതിനാണ് കിട്ടിയിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് നല്ല ഭാവിയുണ്ട് എഴുതണം എന്ന് പറഞ്ഞു. ആ ഒരു പ്രചോദനം അങ്ങനെ. പിന്നീട് പിന്നെ തുടർച്ചയായ എഴുത്താണ്. തുടർച്ചയായ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് 9ാമത്തെ ടെക്സ്റ്റാണ് ഈ തീമാടൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത പ്രകാശനം ഈ തീമാടൻ VCC ഡയറക്ട് ചെയ്ത് തീമാടൻ അതെ VCC പന്തങ്ങൾ മാത്രം, പന്തങ്ങള് അത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് 10-60 പന്തങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന് വേണ്ടി വരും. ആ നാടകം കഴിയുമ്പോഴത്തേക്ക് അത്രയും വേണ്ടി വരും. അത് പുതിയൊരു സമീപനമായിരുന്നു ഇതിൽ ചെയ്തത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ എടുത്തു കഴിഞ്ഞാല് പിന്നെ പ്രസിദ്ധീകരിച്ച മറ്റൊരു ഉയർത്തുന്നേൽപ്പാണ് ഗ്യാപ്പാണ്. അതെ അതെ, ഏകദേശം 60 നാടകങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. 9 കഥാ സമാഹാരങ്ങളുണ്ട്.
പിന്നെ കളക്ഷൻ വന്നിട്ടുണ്ടല്ലേ? അങ്ങനെ 9 നാടകങ്ങൾ വന്നു. ശരി. ആ നാടക സമാഹാരങ്ങൾ വന്നു, ചെറുതായിട്ട്. അതില് പിന്നെ ഏകദേശം പിന്നെ എനിക്ക് തോന്നുന്നു 50ന്റെ അപ്പുറം നാടകങ്ങളുണ്ടല്ലോ. അപ്പൊ അതിലൊരു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നോട്ടത്തില് സാറ് ഞാൻ എഴുതിയിട്ടുണ്ട്. നോട്ടത്തില് എഴുതി അതില് പലപ്പോഴും 8, 10, 11 നാടകങ്ങൾ കൊറോണ പീരീഡില് നിശബ്ദതയിൽ ബ്രേക്ക് ചെയ്ത പ്ലേകളാണ് രണ്ടുപേരും. ഒരാൾക്കൊക്കെ ചെയ്യാവുന്ന കൂടുതൽ സ്ത്രീകളെ ഓറിയന്റ് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. സ്ത്രീപക്ഷ തീപക്ഷ ഗംഭീര സാധ്യതയുള്ള പ്ലേകളാണ്. ഒരുപാട് സാധനം അതിൽ തന്നെ ഞാൻ ഏത് രംഗഭാഷം ചെയ്യാവുന്ന, അതായത് നിഴൽക്കൊട്ടിൽ എന്ന് പറഞ്ഞൊരു ഏകപാത്രം അതില് പിന്നെ ശശിയേട്ടനോട് പറഞ്ഞത് ഞാൻ ജീവിതം തിന്നുമ്പോൾ എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ട്. അത് 2 സാഹിത്യ അക്കാദമി അവാർഡ് വന്നു. സാഹിത്യ അക്കാദമി വന്ന് ചൂട്ടുംകൂറ്റും. ഈ അബുദാബി ശക്തി അവാർഡ് അതിനായിരുന്നു. അബുദാബി ശക്തി അവാർഡ് സത്യത്തിലും പിന്നെ 3 തവണ കിട്ടിയിട്ടുണ്ട്. 5 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ സാഹിത്യ അക്കാദമി അവാർഡും അബുദാബി ശക്തി അവാർഡും ഇടശ്ശേരി അവാർഡും കൂടി ഒരുമിച്ച് അറിയാലോ. സംഗീതനാട് അക്കാദമി അവാർഡ്, പിന്നെ അബുദാബി ശക്തി അവാർഡ്, 3 ദിവസം തുടർച്ചയായിട്ടാണ്. സാഹിത്യ അക്കാദമി അവാർഡില്ല. സാഹിത്യ അക്കാദമി ഇതാണോ സംഗീത അക്കാദമിയുടെ അവാർഡ് വന്നു. പിറ്റേ ദിവസം തന്നെ അറിയുന്ന അബുദാബി ശക്തി അവാർഡ്, പിറ്റേ ദിവസം തന്നെ അറിയുന്ന എടശ്ശേരി അവാർഡ്. അങ്ങനെ 3 അവാർഡ് സംഘമാണ്. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ നമ്മൾ അധ്യാപകന്മാരുടെ ഇടയില് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഓസ്കാർ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. അത് മത്സരം എന്ന് പറഞ്ഞാല് എല്ലാറ്റിനോടും മത്സരിക്കണം. നാടകം മാത്രമല്ല, കഥ, കവിത, സർഗാത്മക സാഹിത്യം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് കൊടുക്കുന്നത്. ഏതിനും വരാം, സെലക്ഷൻ വരാം. അപ്പം നാടകത്തിനൊന്നും വരുന്നില്ല, അപൂർവ നാടകത്തിൽ വരുന്നല്ലോ. അന്ന് നാടകത്തിന് വന്നതിന്റെ വെയിലിന്റെ നിറം എന്ന് പറയുന്ന കളക്ഷനാണ് അവാർഡ് വരുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നി അതല്ല, ഈ ചടങ്ങ് പലപ്പോഴും എവിടെയല്ലോ ആണെന്നുള്ള നടക്കില്ല. കാസർഗോഡ് ജില്ലയിൽ ആകെ ഒരു വർഷം മറ്റേ നടന്നത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അന്നത്തെ ചടങ്ങ് നടന്നത് എന്റെ സ്കൂളിൽ തന്നെയാണ്. അതെല്ലാം ഞെട്ടിപ്പോയി. ആ അവാർഡിന്റെ ചടങ്ങ് വരുന്നത് എന്റെ സ്കൂളിൽ വെച്ചിട്ട്. പക്ഷെ അത് സ്കൂളിൽ വന്നാലേ അപ്പൊ അതെനിക്ക് തോന്നുന്നു അത് ബ്രേക്ക് ചെയ്യാൻ അധികം ഇത് വരുന്നത് പിന്നെ അതിന്റെ ഒരാഴ്ച മുമ്പാണല്ലോ. ഇത് ഒരാഴ്ച മുമ്പാന്നല്ലേ അനൗൺസ് ചെയ്യുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇന്ന സ്ഥലത്താണ് ഏടാ ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർക്കാ വന്നിട്ട് ജോസഫ് മുണ്ടശ്ശേരി അതെടുക്കാതായിരുന്നു. അതൊരു വലിയൊരു സംഭവമായി. അവിടുത്തെ സംഘാടകരും കൂടി ഭയങ്കരമായി. അത് പിന്നെ ഈ കാഞ്ഞങ്ങാട് ടൗണിലെ കൂടി എതിരേറ്റ് കൊണ്ടുവരല് ഇതെല്ലാം ചടങ്ങുകളുണ്ടായി. ഒരു വലിയൊരു അനുഭവമായിരുന്നു അത് സംഭവം എന്ന് പറയുന്നത്. നമുക്ക് നാടൻ മോഷണത്തിലേക്ക് വരുമ്പോ അക്കാദമിയുടെ മറ്റേ തീമാടനൊക്കെ വരുന്നത് കൊറോണ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് 2 ലക്ഷം കൊടുക്കുന്ന പ്രോജക്ട്. അതിന് മുമ്പേ വേറൊരു പ്രോജക്ട് കൂടെ 2 ലക്ഷം കിട്ടി ചെയ്തിരുന്നു. അത് ആദ്യത്തെ 25 എണ്ണം സെലക്ട് ചെയ്തതിൽ വന്നിട്ടുണ്ട്. നിലാവാൽ കുത്തിവെച്ച ചെങ്കോൽ എന്ന് പറഞ്ഞു. അത് ഹരിദാസാണ് ഹരിദാസ്. അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ഒരുപാട് നാടകങ്ങള് എഴുതുകയും സംവിധാനം ഒരുപാട് മൂപ്പര് പിന്നെ കുട്ടികളുടെ നാടകം വളരെ സീരിയസ് ആയിട്ട് വളരെ നല്ല പ്രൊഡക്ഷൻസ് നല്ല ചെയ്യുന്നത് ആ കക്ഷിയാണ് ഇത് ചെയ്തത്. പലരെയും പ്രൊഡക്ഷനില് ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരാളാണ് മൂപ്പര്. നല്ല ധാരണയുള്ള കക്ഷിയാണ്. അത് ചെറുപ്പക്കാരനാണ്, നല്ല ഭാഗം. പക്ഷെ വൈകിട്ട് കളിച്ചു നാടകങ്ങള് 3-4 അധികം കളിച്ചു. പിന്നെ അത് തന്നെയാണ് എന്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. അതിനുശേഷം അതിലേക്ക് എനിക്ക് വരണുണ്ട്. കാരണം വെച്ചാൽ ഏറ്റവും മികച്ച നാടകങ്ങൾ ഉണ്ടായാൽ 14 ജില്ലയിൽ മികച്ച നാടകം ഉണ്ടായി കഴിഞ്ഞാൽ 14 ജില്ലകളിൽ കളിപ്പിക്കാവുന്ന സംഘാടകരില്ലായ്മ പറയേണ്ടതുണ്ട്. പക്ഷെ അത് അതൊരു ഭാഗം. അതിനുശേഷം തീമാടൻ ഇതുപോലെ തന്നെ കോട്ടക്കലാണ്. പിന്നെ അത് ഇതും അധികം സമയം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല അതിന് പലപ്പോഴും സംഭവിക്കുന്നത് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ്. നിങ്ങളിപ്പോ മരമേട്ടന്റെ കാര്യം പറഞ്ഞു, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒരു നടൻ ചെയ്തു വെച്ചിരിക്കുന്നു. ആ നടന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു രീതിയിൽ പിൻവാങ്ങുമ്പോ ആ ഒരു പെർഫോമൻസ് ലെവലിൽ വേറൊരു നടന് നടിയെ കിട്ടാതെ വരുന്ന പ്രശ്നം. ഇതിലും പ്രിയ ചെയ്ത പെർഫോമൻസ് ആണ്, പ്രിയാണ് ഗംഭീരമായിട്ട് ചെയ്തത്. അത് അവര് എങ്ങനെന്തെങ്കിലും വേറെ ഫിലിമായിട്ട് ബന്ധപ്പെട്ട കൺകേജ് ചെയ്യുമ്പോൾ നമുക്ക് ബദൽ നടികളാ പൊട്ടൻഷ്യൽ. അത് ഈ നമ്മുടെ സംവിധാനത്തിന്റെ വലിയ പ്രശ്നം മൂപ്പർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാസ്റ്റിംഗ്.
അത് കിട്ടിയിട്ടില്ലെങ്കിൽ മൂപ്പർ ഇങ്ങനെ മാറ്റി 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 ഇപ്പൊ ഇതിൽ തന്നെ ഈ റോളിൽ തന്നെ പലരും വന്നിട്ട് മടക്കിയാണ് അതിൽ ഗംഭീരം ചെയ്തതാണ്. പക്ഷെ എല്ലാവരും ഗംഭീരം ചെയ്തതാണ്. പക്ഷെ അത് മൂപ്പർക്ക് പിന്നെ ഇഷ്ടമാകുന്നത് വരെ ഇതിങ്ങനെ മാറ്റി 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 പോകും. അത് സ്ത്രീയായാലും പുരുഷനായാലും പക്ഷെ അതുകൊണ്ട് തന്നെ പകുതി ഭാരം കുറയും. മൂപ്പർക്ക് അധികം അവര് ഓക്കെ അല്ലേ, വളരെ ഗംഭീരമായിട്ട്. അതെ അതെ അങ്ങനെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഈ എല്ലാരും ചോദിക്കുന്നത് എല്ലാം മാടൻ തന്നെയാണ്. തീവാടൻ, മരമാട്, മാടൻ മോക്ഷം എല്ലാം മാടന്മാരാണല്ലോ ഒത്തു വരുന്നത്. അപ്പൊ മരമീടിന് ശേഷം ഇപ്പൊ തകർത്താടുന്നത് മാടൻ മോക്ഷം. അതിനും ഒരു നമ്മള് നേരത്തെ പറഞ്ഞ 2 ലക്ഷം പ്രോജക്ടിന് ശേഷം സംഗീത അക്കാദമിയുടെ അമേച്ചർ കോമ്പറ്റീഷൻ വരുകയാണ്. അതെ അതെ അതെ, അതിലാണ് വരുന്നത് സെലക്ഷൻ വരുന്നു. അതിന് ഏറ്റവും ആലപ്പുഴന്നാണ് നിങ്ങൾ ഇതുവരെ ചെയ്തെല്ലാം. കാസർഗോഡ് പയ്യന്നൂർ ഭാഗത്താണെങ്കിൽ ഈ സംഗതി ആലപ്പുഴയ്ക്ക് കിട്ടും. ഇതിനും ഒരു നല്ല ഇനിയും ഞാനെപ്പോഴും എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധം വഴങ്ങിയിട്ടല്ലാണ്ട് നാടകം എഴുതില്ല. എനിക്കൊരു നാടകം എഴുതാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല. ആരെങ്കിലും പിന്നിൽ വേണം, നിർബന്ധമാണ്. അങ്ങനെ ആകുമ്പോൾ എഴുതി. ഈ മാടൻ മോക്ഷത്തിനും അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. ഈ മാടൻ മോക്ഷം ജയമോഹന്റെ നോവല്, ആ നോവൽ എനിക്ക് ആദ്യം കൊണ്ടുവരുന്നത് ഇതേപോലെ ശുഭ ടീച്ചറാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇത് ഒരു നാടുണ്ട്, എനിക്കൊരു നാടായിക്കോട്ടെ ചോദിച്ചു. ഞാൻ ഒറ്റ ദിവസം ചെറിയ മണിക്കൂറിലെ വേണ്ടത് വായിച്ചിട്ട് ചിലത് വിട്ടു വിട്ടാ മൂപ്പർ ഈ 2-3 ദിവസമായിട്ട് പിന്നെ ചോദിക്കും കഴിഞ്ഞോ. ഞാൻ എന്റെ സ്പീഡാന്ന് എഴുത്തുകാരില്ല. ഞാൻ എഴുതുമ്പോണെങ്കിൽ പെട്ടെന്ന് എഴുതും. ഇത് കൊണ്ടു നടക്കുന്നത് ചിലപ്പോൾ ഞാൻ കുറെ കൊണ്ടു നടക്കുമെങ്കിലും പേപ്പറിലേക്ക് വന്നാൽ 2-3 ദിവസം ഞാൻ എഴുതുന്നത് അറിയാം. അപ്പം 2ാമത്തെ ദിവസം എന്നോട് എഴുതിയാ എന്തെങ്കിലും വിഷയരാ എഴുതാൻ വേണ്ടിട്ട്. പക്ഷെ എനിക്ക് അന്നേരം തോന്നി പിന്നെ ചോദിച്ചോളൂ. ഞാൻ ഒന്നും കൂടി നോക്കുമ്പോൾ ഇത് എഴുതാം, എന്തായാലും എഴുതാൻ പറ്റുന്നതാണ്. ഒറ്റ 1-2 ദിവസം മറ്റേ എഴുതി. ആ എഴുതിയിട്ട് ടീച്ചറാണ് ആദ്യത്തെ വായനക്കാരി. വായിച്ചപ്പം ഇന്ത്യയിലുള്ള സാധ്യത ഭയങ്കര സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. നമുക്ക് കാര്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു കളി കളിച്ചാൽ പോലെ എന്തായാലും കളിക്കണം നടന്നു. അപ്പൊ ഇങ്ങനെ അവിചാരിതമായിട്ട് ഞാൻ ജോബിനെ കാണുന്നു. അപ്പൊ ജോബിനോട് ഞാൻ പറഞ്ഞു, ജോബ് അതിൽ അന്നേരം ഒറ്റപ്പെടുത്തും. ഈ ദോഷ ഇപ്പൊ ഞാൻ പറഞ്ഞു ജോബ് ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് ഇവന്റെ ഈ കക്ക് കളി കണ്ടിന്റെ അതിന്റെ ഒരു ഇതിലാണ് ഞാനുള്ളത്. അപ്പൊ എനിക്ക് തോന്നി അതെ അതെ ഇതന്നെ എടുക്കണം, അത് ജോബന്നെ എടുക്കണം. എന്റെ ഉള്ളിലും ഭയങ്കരമായിട്ട് വന്നു. അപ്പൊ ജോബോട് പറഞ്ഞു ഇത് ഇനി എത്ര നാട് കാത്തിരുന്നാലും ജോബന്നെ ഈ നാട് എടുക്കണം. അപ്പൊ ജോബ് ഈ നാടകം കൊണ്ട് 2-3 കലാസമിതിനെ സമീപിക്കുന്നുണ്ട്. അവർ ഈ കക്കുകളിന്റെ ഒരു പേടി അവരുടെ ഉള്ളിൽ നല്ലോണം ഉണ്ട്. ഇത് അതിനേക്കാൾ പ്രശ്നമുണ്ട് ജോലി എന്ന് പറയുന്നത്. അപ്പൊ കലാസമിതിക്ക് ആദ്യം പെട്ടെന്ന് തയ്യാറായില്ല. അപ്പൊ മൂപ്പർ ഭയങ്കര ഡെസ്പായിട്ട് എന്ന് പറഞ്ഞു മാഷ എനിക്ക് എന്താ എടുക്കണം. പക്ഷെ ഞാൻ എടുക്കും. മാഷ്ക്ക് പെട്ടെന്ന് ഞമ്മൾ ഒട്ടും സമയം എടുത്തോ ഒരു പ്രശ്നമില്ല, നമുക്കത് എടുക്കണം എന്തായാലും. അങ്ങനെ ആകുമ്പോഴാണ് അക്കാഡമി മത്സരം വരുന്നത്. മത്സരം വരുമ്പോൾ നമുക്കൊന്ന് അയച്ചു നോക്കിയല്ലോ. അപ്പം ഈ നേരത്തെ സംഘം അവർ വിട്ടു. അങ്ങനെയാണ് അവര് പുതിയ സംഘം മരുതം ഉണ്ടാക്കുന്നത്. അതില് വളരെ പ്രധാനമായിട്ട് അജയന്റെ ഭയങ്കര കോർഡിനേഷൻ അതിനകത്തുണ്ട്. ഈ അജയനാണ് കക്കയുടെ എഴുതിയ ആളാണ്. അപ്പൊ അജയൻ ഇത് വായിച്ച നൊറോണയുടെ കഥയാണ്. അത് ഞാനത് ആദ്യം കാണുന്നത് ഇവര് കളിച്ചിട്ടല്ല, ഇവര് ടീം കളിച്ചിട്ടല്ല. ഇത് യുവജനോത്സവ മത്സരത്തില് വെള്ളിക്കോത്തി നാടകം കണ്ടു അന്ന് അരമണിക്കൂർ. അന്നേരം തന്നെ ഞാൻ ഞെട്ടിപ്പോയി ആ നാടകം കണ്ടിട്ട്. ജോബന്നെ ചെയ്തത് വളരെ ഭംഗിയായിട്ട് അന്ന് തന്നെ ചെയ്തിരുന്നത്. പക്ഷെ അതിന് ഗംഭീരമായിട്ട് അത് ഡെവലപ്പ് ചെയ്തു അവര്. അപ്പൊ ഇവരെല്ലാം കൂടിയിട്ട് എടുക്കാൻ തീരുമാനിച്ചു. ഇത് അയച്ചപ്പോ സെലക്ഷൻ കിട്ടി. പിന്നെ ഇതിനെ കുറിച്ച് നന്നായിട്ട് കക്ഷി പഠിച്ചില്ല ഇതിന്റെ ഇത്. അപ്പം നമ്മളെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയും കാര്യങ്ങളും 3 മേഖലയില്ലായിരുന്നു. 3 മേഖല ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ ഷേക്സ്പിയർ അത് 2 വന്നത്. നമ്മുടെ നടുക്കിന്ന് വന്നത് പൊറാട്ടും ജനുസും വന്നു. നമ്മളപ്പുറത്ത് പെരടി പിന്നെ നാടകം കൂടി അവിടെ വന്നു. അത് നമ്മുടെ ഇത് വന്നിട്ടുണ്ടായിരിക്കും മാഹി നാടകപ്പുരയുടെ നമ്മുടെ ഗിരീഷ് ഗ്രാമീണ നാടകം വന്നത്. ഈ 2 നാടകങ്ങളാണ് 6 നാടകങ്ങളാണ് വന്നത്. സിനിമ കൊല്ലത്താണ് നാടകം കളിക്കുന്നത് ആദ്യത്തെ സ്റ്റേജ്.
അപ്പൊ ആ നാടകം കഴിഞ്ഞ ഉടനെ തന്നെ ഇതേ പ്രത്യേകിച്ച് പ്രമോദ് വെളിയനാട് പോലെ നടന്നതിന് തയ്യാറായി. അതിനും അത് ഭയങ്കര ജയചന്ദ്രൻ തഴുക്കാരൻ ഓ പിന്നെ അപ്പൊ ഇത് കാസ്റ്റിംഗ് തന്നെയാണ് ആദ്യം. അപ്പം ഇവർ ഇതിനിടയിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ജോബ് പറഞ്ഞിരുന്നു. ആദ്യം സ്ക്രിപ്റ്റ് കൊടുക്കാണ്ടിരുന്നു ബോധപൂർവ്വം. നോവൽ മാത്രം കൊണ്ട് ഇതൊന്ന് വെറുതെ വായിച്ചിട്ട് വാങ്ങാണ് മൂപ്പരോട്. പ്രമോദനോട്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് പ്രമോദനാണോ മാടനാക്കേണ്ടതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എഴുതി എഴുതി വരുമ്പോ മാടനാന്റെ എല്ലാം മാടനിലേക്ക് എത്തുന്നതെല്ലാം ഈ നമ്മുടെ വേലക്കാരൊക്കെ പിന്നെ ഇതൊക്കെ വരുന്നത്. പ്രമോദ് ഇതില്ല. അങ്ങനെ അവൻ പ്രമോദിനെ കുഞ്ഞനാക്കി. നല്ല കാസ്റ്റിംഗ്. നല്ല കാസ്റ്റിംഗ്. പിന്നെ വളരെ പിന്നെ ആലപ്പുഴന്റെ കുട്ടനാടിന്റെ ശൈലി പിടിച്ചു അവര്. പിന്നെ അതിന്റെ ഫോക്ക് പിടിച്ചു. പിന്നെ അതിന്റെ ഒരു അന്വേഷണം നന്നായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് എങ്ങനെയൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നല്ല രീതിയിൽ. പിന്നെ ഒരു സംവിധായകൻ തന്നെ ആ കക്ഷിന്റെ വലിയ പ്രത്യേകത വളരെ ഒതുങ്ങി സൗമ്യമായിട്ട് എന്തെങ്കിലും പിന്നെ പുതുതായിട്ട് അതന്നെയാണ് അത് ആ ഒരു ഒന്നുമല്ല. പിന്നെ എഴുത്തുകാരനെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിലും അന്നേരം നമ്മളോട് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഉണ്ടോ അതൊന്നും ചോദിക്കില്ല. തീരെയില്ല. അപ്പൊ അങ്ങനെ ജനാധിപത്യം എന്നൊരു സംഭവം മൂപ്പർ കൊണ്ടുവരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമാണ്. അപ്പം ഇത് കളിച്ചപ്പം പിന്നെ നമുക്ക് ഇതേപോലെ നെഞ്ചരിപ്പപ്പോഴുണ്ട്. കാരണം എന്താ പറഞ്ഞാല് നമ്മളങ്ങനെ പൊളിറ്റിക്സ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് ചില സത്യങ്ങൾ പറയാൻ വേറെ ആരോടോ ചോദിക്കേണ്ട ഒരു ഗതികേട് വരുന്നു. അപ്പൊ അത് വേറെ മതപണ്ഡിതന്മാരോടൊക്കെ ചോദിച്ച് പൂജാരിമാരോടൊക്കെ ചോദിക്കേണ്ട ഒരു ഗതികേടുള്ളൂ. അപ്പൊ പൊതുവെ നമ്മള് സാക്ഷര കേരളം എന്ന് പറയുമ്പോഴും അതിന്റെ അണ്ടർ കറണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ ഭയം ഇങ്ങനെ പിടികൂടുന്നത് എവിടെയാണ്. കാരണം ഒരു പണിയില്ലാത്തവന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകും ഈ പറഞ്ഞ പോലെ മറ്റേ കേസ് പോലെ വൈറലാക്കാൻ പറ്റുമോ? എന്നാ പിന്നെ നല്ലതാണ്, ഞങ്ങൾ ആസ്വദിച്ചു, എന്നാലും ഉടക്കിയിട്ട് വൈറലാക്കി പരിപാടി. ഇതില് എനിക്ക് തോന്നുന്നു കുറേയധികം പല എല്ലാ പൊളിറ്റിക്കൽ സംഭവങ്ങളും വലിയ കടന്നു വരുന്നുണ്ട്. അതുപോലെ നമ്മൾ പറയേണ്ട കുഞ്ഞൻ എന്ന് പറയുന്ന ആളിലൂടെയാണ് മൊത്തം വർക്കൗട്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മലവഴിയാട്ടത്തിലെ മാണിക്കാരന് എടുക്കുന്ന ഫ്രീഡം ആണ്. അയാൾ ഫ്ലെക്സിബിൾ ആണ്. ഈ പുറത്തിറങ്ങി ആരുടെ ഇടയിലും കയറി ചെല്ലും, കമ്മിറ്റിയുടെ റൂമിലേക്കും കയറി ചെല്ലും, സ്ത്രീകളുടെ ഇടയിലേക്ക് കയറി ചെല്ലും, എവിടെയും കയറി ചെല്ലും. അയാൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഈ മാണിക്കാരൻ വരിക്കുന്നത്. മാണിക്കാരന്റെ പ്രത്യേകത വെച്ചാല് നല്ല ആക്ടിങ് ടാലന്റ്, നല്ല വായന, നല്ല ഹ്യൂമർ സെൻസ്, അങ്ങനെയുള്ള ഒരാൾക്ക് മാണിക്കാരൻ ചെയ്യാൻ പറ്റും. അത് ചാക്യാരും കുഞ്ചൻ നമ്പ്യാരും ഒക്കെ ചേരുന്ന ഒരാൾക്കാണ്. അപ്പൊ ആ രീതിയിൽ ഈ കുഞ്ഞനെ ഇടപെടുന്ന സാധ്യതകളുണ്ട്. അതാണ് അതിന്റെ വിജയം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വിഷയം വേണമെങ്കിൽ കുഞ്ഞനെ ആഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മള് പഴയ കഥയല്ല പറയുന്നത്. ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് സവർണ മേധാവിത്വം കയറി വരുന്നത് നമ്മുടെ ഓരോ ചലനങ്ങളിലും, ഭക്ഷണത്തിലും, ആഹാരത്തിലും, നമ്മുടെ വിശ്വാസത്തിലൊക്കെ അത് അങ്ങനെ കയറി വരുന്നു. കുഞ്ഞനെ ഇടപെട്ടുകൊണ്ടിരിക്കാം. എനിക്ക് അതിൽ ബഹുമാനം തോന്നുന്നു. പണ്ട് തന്നെ കുഞ്ചൻ നമ്പ്യാർ നമ്മള് മനസ്സിലാക്കി പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പൊളിറ്റിക്കൽ സെക്ടർ ഉപയോഗിക്കേണ്ടത് അയാളാണ് പഠിപ്പിക്കുന്നത്. നേരെ നോക്കിയിട്ട് അവരെന്നെ ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ആ ഒരു. അപ്പൊ ഇത് ഈ നാട് പലരും ഞാനതിന്റെ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പോലുള്ള സിനിമ എല്ലാവരും പറഞ്ഞു നിങ്ങളെ കളിയാക്കുകയാണ്. അഡോൾഫ് ഫ്യൂറർ ഹിറ്റ്ലറെ കളിയാക്കുന്ന സിനിമയാണോ, ആളെ കൊല്ലണം, ഹിംലറൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ചാർലി ചാപ്ലിനെ കൊല്ലണം എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുന്നത്. ഞാനൊന്നും ആ സിനിമ കാണട്ടെ, സിനിമ കാണാത്ത ഒരാളാണ് പുള്ളി. ഈ വയലൻസുള്ള ഡോക്യുമെന്ററികൾ മാത്രം ക്രിയേറ്റ് ചെയ്ത് മാത്രം കാണുന്ന രീതിയാണ്. അങ്ങനെ ഇയാൾ ഒറ്റയ്ക്ക് തിയേറ്ററിൽ എടുത്തിട്ട് കണ്ടു എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഡിക്റ്റേറ്റർ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കാത്ത ഹിറ്റ്ലർ ഇങ്ങനെ കൂടാ ചിരിച്ച് 2 മണിക്കൂർ ചിരിച്ചിട്ട് ഇയാളെ ഒന്നും കൊല്ലരുതെന്ന് പറഞ്ഞത്. അപ്പൊ അത്ര സത്യസന്ധന ആർട്ടിസ്റ്റാണ്. കൊല്ലാൻ വിചാരിച്ച പറ്റൂല അമേരിക്ക. പക്ഷെ ആ ഒരു ധീരത അത് സമൂഹവും അങ്ങനെ തന്നെ വേണ്ട. കാരണം അവരുടെ നേരെ കണ്ണാടി പിടിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണം. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ട് തോന്നണം. ഇതിൽ ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു. പല സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഈ തെയ്യം കലാകാരന്മാരായിക്കോട്ടെ അങ്ങനെ പലരും ഇവരെല്ലാം ഇപ്പം ബഹിഷ്കൃതരായിക്കൊണ്ടിരിക്കുന്നതിന്റെ അവസ്ഥ. അത് തെയ്യക്കാരൻ എഴുതിക്കുന്നുണ്ട് കാര്യമായിട്ട്. കാരണം അവരുടെ ഇടം അതിന്റെ ഇടം നമ്മൾ അവരുടെ ഇടം പോകുന്നത് അവരുടെ മണ്ണ് എങ്ങനെയാണ് അവര് ഇതെല്ലാം ചെയ്തതിനു ശേഷം അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് ബഹിഷ്കൃതരായി പോകുന്ന ഒരവസ്ഥ വലിയ വയലൻസ് ആണ്. അപ്പൊ ഇപ്പം പിന്നെ ജയമോഹൻ വന്നപ്പോ എന്നോട് വേറൊരു ഇതും കൂടി പറഞ്ഞു. അവര് ഏകലവ്യ അങ്ങനെ എന്താണെന്നില്ല, അത് വെറും ഒരു പകുതി കരിങ്കല്ല് മാത്രം. ആ കരിങ്കല്ലിന് കണ്ണ് മൂക്കല് വരച്ചു കൊടുത്തിട്ട് അങ്ങനെ
ഇപ്പൊ അത് മാറിയിട്ട് നല്ലൊരു പ്രതിമയായി ആ, മാറി. അങ്ങനെ കൊണ്ടുപോയി. പോണു. hijack ചെയ്തു. ആ, ഈ സംഭവം മാറി. അപ്പൊ നമ്മളില് അവരവരുടെ വിശ്വാസം, അവരുടെ ജീവിതം, അവരുടെ മണ്ണ് അത് അവർക്ക് തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ദൈവത്തെ നിഷേധിക്കാനൊന്നുമല്ല നമ്മൾ പോകുന്നത്. കാരണം ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ജീവിതം. അങ്ങനെയുള്ള മണ്ണറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം തെയ്യങ്ങൾക്ക് ആ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് തെയ്യത്തിന് എടുത്തു പോവുക, തെയ്യം നമ്മളെ കൈപിടിക്കും, നമ്മളെ അനുഗ്രഹിക്കും, മുത്തപ്പൻ നമ്മളെ അനുഗ്രഹിക്കും, മുത്തപ്പൻ നമ്മളോട് ഭാവി പറയും, ഇങ്ങനെയാണ് പറയും. അപ്പൊ നമ്മളൊരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇത് കണ്ടപ്പോൾ അതാണ് നമ്മൾ ഈ ബ്രാഹ്മണിക്കൽ മേധാവിത്വം കയറി വരുമ്പോഴുള്ള പ്രശ്നത്തില് അവര് മാത്രം മതി എന്നുള്ള സാധനമാണ്. അതിന്റെ ബാക്കിയുള്ളതിനെല്ലാം അവര് എലിമിനേറ്റ് ചെയ്യാന്നുള്ള ആദിവാസികളെ കൾച്ചർ എലിമിനേറ്റ് ചെയ്യും, മുസ്ലിം കൾച്ചർ, ക്രിസ്ത്യൻ കൾച്ചർ, സെക്യുലർ എന്നൊക്കെ പറഞ്ഞ വാക്കെടുത്ത് കളയണം. അപ്പൊ അങ്ങനെ ഭരണഘടനയിൽ അതിന്റെ ആവശ്യം നമ്മൾ തെയ്യത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ത്രട്ടാണ് അതെ അതെ ഇതില് നമ്മുടെ പിന്നെ തെയ്യത്തിന്റെ അകത്ത് തന്നെ കലന്തൻ മുക്രി എന്ന് പറയുന്ന തെയ്യങ്ങളെല്ലാം ഉണ്ട്. ബാങ്ക് വരെ കൊടുക്കുന്നതാണ് അതിന്റെ അകത്ത് വന്നിട്ട്. അങ്ങനെയെല്ലാം നമ്മളെ വടക്കൻ മേഖലകളിൽ കുറെ സ്ഥലത്ത് രാജ്മോഹൻ ഇപ്പൊ കൊള്ളുന്ന പള്ളി നേർച്ചയുണ്ട്. അത് കോയമ്പത്തൂരിൽ നിന്നൊക്കെ കളർ പൂശിയിട്ടുള്ള കളവണ്ടികൾ വരും. ശരിക്കും ഹിന്ദുവിന്റെ സ്ഥലം മുസ്ലിം, മുസ്ലിമിന്റെ സ്ഥലം ഹിന്ദു, അവർ ഒരുമിച്ച് പറമ്പുകൾ ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിച്ച് പിരിയുന്ന സാധനമാണ് ഈ പള്ളി നേർച്ച. അത് ഭയങ്കര ഐക്യദാർഢ്യത്തിന്റെ സ്ഥലം. അത് അപ്പുറം റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ പല ഫിലിംസിലൊന്നും അത് വന്നിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ചന്ദന എന്താണ് പറയാ ചാവക്കാടത്തെ പെരുന്നാളുടെ സാധനങ്ങള് അതിലൊക്കെ ഹിന്ദു മുസ്ലിം ഐക്യമുണ്ട്. കാട്ടൂര് ഏരിയയില് പള്ളിയും ഇതുകളും ഹിന്ദു മുസ്ലിം എല്ലാം ചേർന്നിട്ട് പെരുന്നാൾ നടത്തുന്നത്. നമ്മള് കേരളത്തിൽ അങ്ങനെ ഒരു സെക്യുലറിസം ഉണ്ട് തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മുടെ നാടകങ്ങളില് അത്രയ്ക്ക് പ്രത്യക്ഷമായിട്ട് അത് ചെയ്യാൻ പറ്റാത്ത വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ വരുമ്പോ നഷ്ടപ്പെട്ടു പോണതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത്. അതെ അതിന്റെ നന്നായിട്ട് പറയും. അതുകൊണ്ട് എന്താന്ന് പറയുക ഇപ്പൊ നമുക്ക് ഈ നാടകം എനിക്ക് തോന്നുന്നത് ആ ഹ്യൂമറിലൂടെ കളിച്ച് കാര്യം പറയുന്നു. കോമൺ മാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനിപ്പോ ഫേസ്ബുക്കിൽ എഴുതും ചെയ്തിട്ടുണ്ട്. അതായത് അക്കാഡമിയുടെ ഇപ്പൊ മരമീടം പോലും ഇത്രയും കളികൾ ഞാൻ മനസ്സിലാക്കുന്നത് അക്കാഡമി പ്രൈസ് കിട്ടിയ പല പ്ലേകളും 10-20 കളിയുമ്പോ അവസാനിക്കുമ്പോ അതും നമ്മള് ഇങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുള്ളതല്ല. ഗൗരവമുള്ള പ്രൊഡക്ഷൻസ്. ഇത് ചിരിച്ച് കാര്യം പറയുന്ന പ്ലേകള് സാധാരണ മനുഷ്യന്റെ ഇടയിൽ ഗ്രാമത്തിൽ കളിച്ചാൽ സംഘാടകർക്ക് നഷ്ടം വരില്ല, നല്ല ഗൈഡ് കിട്ടും. ചില പ്ലേകൾ എക്സ്പെരിമെന്റൽ തിയേറ്റർ ഇപ്പോൾ ലിഫോക്കിൽ തന്നെ ചിലത് പോയിട്ട് നമ്മൾ ഗ്രാമത്തിൽ വെച്ച് നോക്കി വലിയ പ്രശ്നം വരും, അടിച്ചു പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഈ ഫോക്കിനെ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാല് ആളുകളെ കൊണ്ട് ഒരു രക്ഷയില്ല. മാടമോഷം ചാടി പിന്നെ അപ്പുറം രാമനിലയത്തിലേക്ക് കൂടി വന്ന് കയറി എന്നിട്ട് കുറെ ആൾ പുറത്താണ് ഇടിച്ചു കയറി. അപ്പൊ അത് അതിനകത്ത് സംഭവമാണ്. 2000 ആളായിട്ട് അങ്ങോട്ടേക്ക് ഒഴുകി 2000-ലധികം ആളുകൾ പോയി നാടകം. നമുക്ക് പൊതുവെ നമ്മുടെ നാടകവേദിയുടെ സ്ഥൂലത നമ്മളെല്ലാം സംസാരിക്കാറുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ കാണുമ്പോ പല പ്ലേകളും കണ്ടിട്ടുണ്ടാവും. പ്ലേകള് അത്യാവശ്യം ലാഗ് ചെയ്താൽ പോലും ഇപ്പൊ സംതിങ് ലൈക്ക് ട്രൂത്ത് കണ്ടു, സംഗതി ലാഗിങ് ആണ്. പക്ഷെ ഒരു ബേസിക് ആയിട്ട് ചരിത്രത്തിൽ സംഭവിച്ച സത്യങ്ങളാണ് ഈ പറയുന്നത്. അതിനകത്ത് ലൈറ്റ് ടെക്നോളജി എന്നുള്ള പരിപാടികളൊന്നും അല്ല. ലൈറ്റ് ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ. ഫുൾ ടൈം ഈ ആർട്ടിസ്റ്റുകളാണ് 4 സ്ത്രീകള്. അതുപോലെ തന്നെ ബിരിയാണി കാണുമ്പോ ഒരു സ്ത്രീ, കുറച്ച് പേര് സപ്പോർട്ടിങ്. അപ്പൊ എനിക്ക് തോന്നുന്നു 100% ആക്ടിങ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്ലേകൾ എന്നുള്ള രീതിയിലാണ് വിജയിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മളെ ഡംപ്ലിംഗ് അത് അതിഗംഭീരമായിട്ട് ഒരു രക്ഷയില്ലാതെ വലിയൊരു സെറ്റ് ഉണ്ട്. പക്ഷെ ആ സെറ്റിന്റെ സ്റ്റെപ്പുകളെല്ലാം ഉപയോഗിക്കുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അത് വെറുതെ അല്ല, ഒരു സെറ്റ് ഒരു ഉപകരണം. അതിന്റെ അകത്ത് പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് അതുപോലെ നിങ്ങൾ പറഞ്ഞ ആദ്യം ഇങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് പോയി നമുക്ക് തോന്നിയാണ്. സാധാരണ സ്ലാപ്സ്റ്റിക് കോമഡി പോലെ എന്തോ പരിപാടിയാണോ തോന്നി വരുമ്പോഴാണ് അതിന്റെ ഗൗരവം പിടിക്കുന്നത്. ഈ പ്രോസ്റ്റേറ്റോട് എന്ന് പറഞ്ഞ കക്ഷിനെ എങ്ങനെ ബലിയാടാക്കിയിട്ട് സ്വന്തം സെക്യൂരിറ്റി നോക്കാം, ഇതല്ലേ നമ്മൾ സംഭവം ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു സ്കേറ്റ് ഗോട്ടിന് ഒരു ബലിയാടിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മേരി മഗ്ദലേന അന്ന് കല്ലെറിയുമ്പോൾ ക്രൈസ്റ്റ് പറഞ്ഞ സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിബ്ലിക്കൽ പെയിന്റിംഗ് അത് വളരെ ഭയങ്കര പ്ലാനിങ് ആണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് സ്റ്റില്ലാക്കുന്നത് ചിത്രം നമുക്ക് കിട്ടാൻ വേണ്ടി ഫ്രീസ് ചെയ്യിപ്പിക്കുന്നത്. അവസാനാകുമ്പം ഈ ചിരി പറഞ്ഞ ബാലിശമായ ചിരി തന്നെ നമുക്ക് ആദ്യം തോന്നി. അവര് വിജയിച്ച കന്യാസ്ത്രീകളും മറ്റൊരു വലിയ ഒരു അവര് പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് എതിർക്കാനോ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എതിർക്കാൻ പറ്റാതെയൊക്കെ പോകുന്നു. അയാള് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടോട് നെറുകയിലാ ചുംബിക്കുന്നത്.
അയാളുടെ പ്രതിഷേധം അയാൾക്ക് ഒരിക്കലും സെക്സ് ഓറിയന്റഡ് ആയിട്ടല്ല അയാൾ സമീപിക്കുന്നത്. അയാളാണ് തന്നെ റെസ്പെക്ട് ചെയ്യുന്നത്. ഗംഭീര ഇമേജ് അവർക്ക് 2 തവണ ചെയ്യുന്നുണ്ട് ഇവൾ തല കുനിച്ചു. ബാക്കിയുള്ളവരൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ക്രൈസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് മറ്റെങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് മറ്റേ ഈ അബ്രാഹന്റെ കാലത്ത് ആ സംഭവം എന്തിനാ പറയാ, നീ പോയി കിടന്നു കൊടുക്ക്, ഞങ്ങൾക്ക് രക്ഷപ്പെടണം. അധികം എങ്ങനെ പൊളിറ്റിക്സ് ലാസ്റ്റിൽ വരുമ്പോഴാണ് എങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞ അവരെങ്ങനെ ഒറ്റപ്പെടുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളാകെ പൊട്ടിപ്പോകുന്നത്. പിന്നെ മനസ്സിങ്ങനെ പൊട്ടിപ്പോകുന്നത്. ഭക്ഷണം ഇല്ലാണ്ടായപ്പോ ഭക്ഷണം അപ്പൊ ഞാൻ പെട്ടെന്ന് ആ പ്ലേ കാണുമ്പോ വാൻഗോവിലേക്കൊക്കെ പോയി. കാരണം ആ കൽക്കരി തൊഴിലാളികളുടെ ഇടയിൽ വാൻഗോവ് വരച്ചോണ്ടിരിക്കുമ്പോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്, ചെവി പെട്ടെന്ന് എവിടേക്കൊക്കെ പോണത് വല്ലാത്തൊരു അനുഭവമായി മാറിയിരുന്നു. അതാണ് ബിരിയാണി ഈ പ്ലേകളും. എന്തായാലും ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇപ്പം നമ്മളിപ്പം ഈ ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത്, നമ്മൾ ആദ്യകാലത്ത് ചെറിയ ചെറിയ ലൈറ്റ് സിസ്റ്റം ഇട്ടിട്ട് ഹൈടെക് ലൈറ്റുകൾ വന്നപ്പോ ഈ ചാനലുകാർ മ്യൂസിക് പ്രോഗ്രാമിനൊക്കെ ഗംഭീരമായിട്ട് ഈ ചാനൽ ലൈറ്റിംഗ് ഒക്കെ ഉപയോഗിച്ച് കണ്ടപ്പോ LED ലൈറ്റ് അതിന്റെ ഒരു കൊതിയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നല്ല അവരങ്ങനെ ചെയ്യുന്നവര് മീനിങ്ഫുൾ ആയിട്ട് ഒന്നും പറയാനില്ല. ചില സ്ഥലത്ത് ഇതിൽ തന്നെ ഫസ്റ്റിൽ വരുമ്പോ ഒരു മഞ്ഞ വീഴ്ച കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു മഞ്ഞ വീഴ്ച. അപ്പൊ അത് മാത്രമേ അവർ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അതൊന്നുമില്ല. പിന്നെ ലൈറ്റാണ്. പക്ഷെ ആ മഞ്ഞ വീഴ്ച വരുമ്പോ നമ്മളൊരു ശ്രദ്ധ പെട്ടെന്ന് അതിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതിങ്ങനെ കടന്നു വരുന്ന അന്തരീക്ഷം മൊത്തം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നുമില്ല. സുഖമായിട്ട് എടുത്ത് വെക്കി പിടിക്കുന്നു. കുതിരവണ്ടി എത്ര പെട്ടെന്നാണ് ഈ കുതിരവണ്ടി ആ മേശയാക്കി മാറുന്നു, തീന്മേശയായി മാറുന്നു, ഭയങ്കര വണ്ടിയായി മാറുന്നു. അത് പഠിക്കണം ശരിക്കും നമ്മള് എനിക്ക് തോന്നുന്നു കുഴപ്പമെന്ന് പറഞ്ഞാല് നമ്മളെ നാടകം മാത്രമേ കാണുന്നില്ല. മറ്റ് മലയാള നാടകങ്ങൾ തന്നെ കാണുന്നുണ്ടോ സംശയം. അതാണ് സംശയം. അത് നമ്മള് മറ്റുള്ളവരെ കാണുകയും അത് പഠിക്കാനും ഇപ്പോഴും നമ്മൾ ഇത് കാണുമ്പോ നമ്മൾ എവിടെ എത്തിയിട്ടാന്ന് തോന്നുന്നു. നമ്മൾ എന്തെല്ലോ ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാമറസിനൊക്കെ നമ്മൾ കാണുന്നത് കൊടുക്കാൻ മുതല് കോഴിക്കോട് നിന്നൊക്കെയുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള മീനിങ് ആയിട്ട് സജസ്റ്റീവ് സെറ്റൊക്കെ വെച്ചുകൊണ്ട് നല്ല പ്രൊഡക്ഷൻസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അത്തരം പ്ലേകൾ, പ്ലെയിൻ ലൈറ്റിലുള്ള പ്ലേകൾ, ഇപ്പൊ തേർഡ് തിയേറ്ററിന്റെ പ്ലേകൾ, സൂര്യവേട്ട, അങ്ങനെ കുറെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ വെല്ലുവിളിക്കുന്ന ലൈറ്റിംഗ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവര് പെട്ടുപോയിട്ടുള്ളത്. അപ്പൊ അത് വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. ലൈറ്റിംഗ് മീനിങ് ഫുൾ ആയിട്ട് ഉപയോഗിക്കണം. കൃത്യതയോടുകൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം കറക്റ്റ് ഉണ്ട്. പിന്നെ അവര് പലപ്പോഴും പറയുന്നത് ഈ സിനിമയോട് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പലപ്പോഴും കളിയാക്കി പറയും. കലാനിലയത്തിന് വെല്ലുവിളിക്കാൻ പോയിട്ടില്ല. കലാനിലയം ഇപ്പൊ രക്തരക്ഷസ്, നമ്മൾ രക്തരക്ഷസിനെ വെല്ലുവിളിക്കാൻ പോയിട്ടില്ല. കാരണം 7000 സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞു, ഹൈടെക് സാധനമാണ്. ഈ നിങ്ങളൊക്കെ പെണ്ണു പോയിട്ട് നിങ്ങൾ പൊന്തി ഇവിടെ എന്നോട് പറയും ഭരത് ശക്തിവാടിന്റെ ഇസ്കന്ദർ മിർസ സംസാരിക്കുക ഇങ്ങനെ വേറെ ചില ഈ ഭരത് മുരളി അവാർഡിന്റെ കാര്യം പറയുമ്പോ പുള്ളി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ചെന്നപ്പോ അതിന്റെ ടീം ആദ്യം തന്നെ ചോദിക്കുന്നത് അതില് തീയുണ്ടോ, മഴയുണ്ടോ, പിന്നെ ജീപ്പാണോ ട്രെയിനാണോ ഏതാ വരണേന്ന് ചോദിക്കുന്നത്. അതായത് ആദ്യം തന്നെ ഇതൊക്കെ വേണ്ടിട്ടാണല്ലോ. അപ്പൊ പുള്ളി പറയും ഇവിടുന്ന് കുറെ സംവിധായകർ പോയിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു. നാടകം ഇല്ലാത്തടത്തെല്ലാം ഇതിങ്ങനെ നടക്കുക എന്ന് പറയുന്ന സംഭവം. അപ്പൊ ആള് പറയുന്നത് ജഡ്ജ്മെന്റ് അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി സെറ്റ് ഉണ്ടാക്കണം, എങ്ങനെയാണ് തള്ളിക്കളയാ. ജഡ്ജ് ഇങ്ങനെ ആലോചിക്കുന്ന ഗതികളായിരുന്നു. വളരെ മീനിങ് ഫുൾ ആയിട്ട് ഒരുപക്ഷെ ഇത്തവണ അവാർഡ് ജോബിനെ കൊണ്ടുവരുന്നു. ജോബിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് ആ പ്ലേക്ക് ആവശ്യപ്പെടുന്ന ഡിസൈനും കാര്യങ്ങളും ഒരുപക്ഷെ അപ്പുറത്തെ എക്സ്പെരിമെന്റലായിട്ട് ചെയ്തിട്ടുള്ളതാണ് പെട്രോപരാമ. അതിന്റെ പ്ലേ പ്രൊഡക്ഷൻ കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിലും ഇപ്പൊ രാജേഷ് ഇയാളെ കണ്ടു, രമേശ് വർമ്മനെ കണ്ടു, പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ആദ്യം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ആ ഡയറക്ടറുടെ ഒരു ഇമാജിനേറ്റീവ് ഡിസൈൻ ഉണ്ടല്ലോ, അതിനാണ് ആ ഡയറക്ടർക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള മിടുക്കുണ്ട്. അത് തിരിച്ചറിയുന്ന ജഡ്ജും ഉണ്ട്. രണ്ടും തിരിച്ചറിയുന്നുണ്ട്. അതായത് മാടമോക്ഷത്തില് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഡയറക്ടറെയും കാണണം, മറ്റതും കാണണം. ആ രണ്ട് സംഘം കാണുമ്പോൾ നടനും അവതരണക്കും മാടമോക്ഷത്തിൽ പോകുന്നു, മറ്റേന് വേറെ എന്തൊക്കെയോ അവാർഡ്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലത് ജഡ്ജ്മെന്റ് ഒരു മൂന്നാം കണ്ണുകൊണ്ട് കാണുന്ന ജഡ്ജ് വേണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആ സംവിധായകൻ ക്രാഫ്റ്റ് അറിയുന്ന ആൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു
അതിലെന്തോ പൊളിറ്റിക്സ് ഉണ്ടല്ലോ എന്ന് തിരിച്ചറിയാം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ ഒരു കാര്യം ഇപ്പം മനസ്സിലായി, കേരളത്തിൽ ഇപ്പൊ ഇതിങ്ങനെ പരക്കെ അപ്പൊ ഇനി ശബ്ദിക്കാൻ പറ്റില്ല, നാടകം ഇരിക്കുന്നു അങ്ങനെയൊന്നും മിണ്ടാൻ പറ്റില്ല. നമ്മൾ സ്കൂൾ സ്റ്റേറ്റ് കഴിഞ്ഞപ്പോ നിൽക്കാൻ സ്ഥലമില്ല. അത് നാടകം കാണാൻ താല്പര്യമില്ലാത്തവരും പിന്നെ നാടകം വിപ്ലവകരമായിട്ടുള്ള മൂവ്മെന്റ് വരുത്തുമോ എന്നുള്ള പേടിയുള്ള മാധ്യമങ്ങളും ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുമോ എന്നുള്ള അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ അടക്കമാണ്. നാടകം കാര്യമില്ല. പിന്നെ ഇവർക്ക് പറയാവുന്ന ഒരു സ്ഥലം കിടക്കുന്നുണ്ട്. ബാക്കി ഏതിനും നമ്മൾ ഒന്നിറക്കിയ 10 കിട്ടും. അപ്പൊ അതിന് മാർക്കറ്റിംഗ് തിയറിയിലൂടെയാണ് ഇവർ കാണുന്നത്. ബാക്കി എന്തോ ഒരു മുട്ടുസൂചി ഇറക്കി എത്ര ലക്ഷം പേരിൽ പോകുന്നു, മുട്ടുസൂചി ഇറക്കുന്ന പോലെയല്ലോ. അപ്പോ ഇവിടെ മറ്റു 5 കോടി ഇറക്കി 10 കോടി കിട്ടി സിനിമ, 10 കോടി ഇറക്കി 50 കോടി കിട്ടി 100 കോടി, ഈ കണക്കുകൾ ഇങ്ങനെ വരികയാണ്. ഒരു കാര്യമില്ലാത്ത സാധനമാണ്. അപ്പൊ അത് ജനങ്ങൾ കൊടുക്കുന്നു. ഇത് നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ്. ഇതിലിപ്പം ഇപ്പുറത്ത് നാടകം 5 ലക്ഷം ഇറക്കുമ്പോഴേക്കും 5 ലക്ഷമാണെന്ന് ചോദിക്കും. 10 ലക്ഷം ഒരിക്കലും കിട്ടില്ല. അതുപോലെ ഇതിലിപ്പോ എന്നും ദരിദ്രവാസി മാധ്യമമാണ് നാടകം. ഈ നടന്മാരുണ്ടല്ലോ, ജയേന്ദ്രൻ തകഴിക്കാർ, ഇതിനെ കൊണ്ട് മാത്രം ജയിക്കുന്ന മനുഷ്യനാണ്. ഇയാൾക്ക് ഈ നാടകം കഴിഞ്ഞിട്ട് എന്താ ഇവര് കൊടുക്കാൻ പറ്റുന്നത്? അതുപോലെ ഈ സിനിമേന്റെ ഷൂട്ടിംഗ് പോലും ചിലപ്പോൾ കളഞ്ഞിട്ടാണ് പ്രമോദ് വെടിയനായിട്ട് കഴിക്കുന്നത്. അയാൾക്ക് എന്നാ അയാൾ പറഞ്ഞത് തന്നെയാണ്. കാരണം അയാളൊരു ഗംഭീര നടൻ, അയാൾ പ്രൊഫഷണൽ നാടകത്തിലൊക്കെ എത്രയോ സമ്മാനം കിട്ടി, സിനിമയിൽ പോയി. പക്ഷെ അമേച്ചർ എന്നുള്ള ആദ്യമായിട്ടാണ് അയാൾ കടന്നിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഉണ്ടായ തൃപ്തി ഉണ്ടല്ലോ, മൂപ്പർക്ക് മറ്റൊന്നിനും കിട്ടിയിട്ടില്ല മൂപ്പർ പറയുന്നത്. നമ്മുടെ ശിവജുഗുരാനായിട്ട് അങ്ങനെയാണ് അമേച്ചർ ചേർന്നത്. അങ്ങനെ അതെന്താ വെച്ചാൽ സന്തോഷം സോളോ ആയിട്ട് സന്തോഷം. ഇതെന്താ പ്രശ്നം വെച്ചാല് നമ്മൾ സിനിമ നടനായിരിക്കുമ്പോൾ പോലും അതിന്റെ ഡിസ്റ്റൻസ് വിട്ടിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ട് ജനങ്ങളായിട്ട് നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് എടുക്കാനുള്ളത് അത് വേറെ കാര്യം. സന്തോഷിന്റെയും അവനോട് ഒപ്പം തോന്നുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാല് ഈ നാടകത്തിനോടുള്ള ആകർഷണം പണ്ടേ ഉണ്ടായി. ലൈറ്റ് എനിക്ക് പണ്ടറിയാം എത്രയോ കുട്ടികളുടെ പ്ലേകളുടെ ഇപ്പൊ ഇത് പെണ്ണുങ്ങളുടെ കളിക്കാത്ത സ്ഥലമില്ല. അത് ഭയങ്കര ഉജ്ജ്വലമായിട്ട് കളിച്ചില്ല. അത് ഇവിടെ മാത്രമല്ല, വിദേശ സോളോ എന്ന് പറയുമ്പോൾ നമ്മൾ പല സോളോകളും കാണുമ്പോൾ നമ്മൾ ആലോചിക്കും എത്രയോ സ്ട്രെയിൻ എടുത്തിട്ടാണ് ആ പരിണാമങ്ങൾ ചെയ്യുന്നത്. അത് ഭയങ്കര 1.5 മണിക്കൂറുണ്ട്. പിന്നെ ഗംഭീരമായിട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള നടന്നേ പറ്റുള്ളൂ. നമ്മൾ മറ്റേ പ്ലേകളൊക്കെ പറയില്ല, വെറുതെ കസേര വലിച്ചിട്ട് വർത്താനം പറഞ്ഞു പോകുന്നത്. നല്ല നടന്മാര് അതാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ സംതിങ് ലൈക്ക് ട്രൂത്തിന്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ അതിന് ഇന്റേണൽ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ ഒരു ഡയറക്ടർ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളത്. ഓരോന്നിനും വ്യത്യസ്തമായ ആക്ടിങ് പാറ്റേൺ. ഈ ഇവരൊരു സ്ഥലം എടുത്താൽ തന്നെ ടോട്ടൽ ഏരിയ ഒക്കെ ഒരു ഗംഭീരമായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഇപ്പൊ എന്താണ് ആ ഫേമസ് ബേക്കറിയുടെ സാധനം ഞാൻ മനസ്സിൽ കാണുന്നത്, ആ പെണ്ണിന് ഇരിക്കപ്പെടുന്നില്ലാതെ നടക്കുന്നു, ഓടുന്നു, ഓഡിയൻസിലേക്ക് കേറിയിട്ടൊക്കെ പറയേണ്ടി വരുന്നു, ഇറങ്ങുന്നു. അപ്പൊ പെട്ടെന്ന് അവർ ഇറങ്ങി ഓടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു, ഭയം. അപ്പൊ അവരവിടെ തന്നെ താവട്ടത്തിൽ നിന്നും തിരിച്ചപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ കല്യാണി പോലെയുള്ള ഒരു നടീനെ ഏറ്റവും തമാശ അതാണ് അതിന്റെ പ്രശ്നം. എനിക്ക് പലപ്പോഴും തോന്നിയത് ആക്ടേഴ്സിനെ പോലും നടിനന്മാരെ കുറ്റം പറയുന്നത് ഡയറക്ടേഴ്സ് ചിലപ്പോ ഒരു ഇൻസൈറ്റ് ഇല്ലാത്തവരായി കഴിഞ്ഞാൽ ഈ പ്രശ്നം. ഇതിപ്പോ ഞാനിപ്പം ശശിയേട്ടന്റെ പിന്നെ എന്റെ എല്ലാ നാടും ചെയ്തത് ഒന്നും ഒരു നാടകമല്ല അദ്ദേഹം മറ്റേ ചെയ്യുന്നത്. ഡിസൈൻ വ്യത്യാസമാണ്. തീവാടനെത്തുമ്പോഴത്തേക്ക് അത് വളരെ വളരെ ഇപ്പൊ ജോബിന്റെയും കക്കുകളിയും ഇതും തമ്മിൽ രണ്ടിനും ഭക്തക്രിയ ചെയ്യുന്നത്. അതങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റ് എടുക്കുമ്പോ അത് മാത്രമല്ല, നമ്മൾ വളരെ സ്ഥൂലമായ കുറെ സെറ്റ് കൊണ്ടുവയ്ക്കുന്നതിനേക്കാളും എന്താണെങ്കിലും അത് ഉപയോഗിക്കുന്ന ഒരു ആ മീനിങ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ എല്ലാ തലത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ജോബൊക്കെ വളരെ മീനിങ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ആലപ്പുഴ മേഖലയിൽ നിന്ന് ഇപ്പൊ PMRക്ക് ശേഷം ആ ഭാഗത്ത് പ്രതീക്ഷയുള്ളതാണ്. സന്തോഷ് തകഴിക്കാരനുണ്ട്, ജോബുണ്ട്, അങ്ങനെ കുറച്ചു പേരുണ്ട് അവിടെ. അജയനുണ്ട്. ഈ അജയനും പിന്നെ ഇതുപോലെ തന്നെ ഭയങ്കര ആത്മാർത്ഥ ഇതിനോട്. ഇന്നലെ കോഴിക്കോടുള്ള കേരളദാസ് ഇവരെ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങള് ഈ മരണം പെട്ടെന്ന് നടക്കുകയാണല്ലോ, ഇവൻ പോയി. അപ്പൊ അങ്ങനെ ഓരോന്നും ഞാൻ പറഞ്ഞു, നാടകരചയിതാക്കള് കാലഹരണപ്പെടരുത്, ശ്രദ്ധിച്ചോളോ. എന്തെങ്കിലും അഡാപ്റ്റേഷൻ എടുക്കുന്നതിന് വേറെ സ്വന്തം രചന എന്നുള്ള രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കോഴിക്കോട്, കണ്ണൂർ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞതിന് ശേഷം പണ്ട് ഇവിടെ നാടകക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് പുതിയ രചനകൾ മോശമാണെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ അവസാനിപ്പിക്കുന്നതിന്റെ ഇടയിൽ ലാസ്റ്റിൽ ഒരു കാര്യം കൂടി പറയണ്ടേ. ഈ ടെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഇത് ഇറക്കി ഇപ്പൊ ഇതെന്ന് പറഞ്ഞാല്
ഇത് എത്ര പേര് വായിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അങ്ങനെയുണ്ട്, നോവൽ വായിക്കുമ്പോഴൊന്നും പ്രസാദകർക്കും നാടകം എന്ന് പറയുന്ന പ്രയോഗിക്കണം. ഭരത് മുരളി ഇതിനകത്ത് സുധീർ ബാബുട്ടൻ വേറെ ഡിസൈനിൽ ശരിക്കും പറഞ്ഞാല് വ്യത്യസ്തമായ ജില്ലകളില് വ്യത്യസ്ത സ്ലാങ്ങുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് കേൾക്കണം. ഇപ്പൊ ഇത് ഏകദേശം വളരെ പ്രഗത്ഭരായ 9 പേര് ഇതിനെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇ പി രാജഭവൻ എഴുതിയിട്ടുണ്ട്, സന്തോഷ് ചേച്ചിക്കാൻ എഴുതിയിട്ടുണ്ട്, ഈ സംവിധാനം വി ശശി എഴുതിയിട്ടുണ്ട്, ചാക്കോടി ഇന്ത്യക്കാട് എഴുതിയിട്ടുണ്ട്, താജാവാർഡ് കിട്ടി. പിന്നെ ശിവ ടീച്ചർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ കാര്യം ചെയ്തതിൽ പ്രധാന നടനായ രവി ബേക്കർ എന്ന് പറഞ്ഞു, അയാളുടെ ഒരു വ്യാഖ്യാനമുണ്ട്. അതുപോലെ നടി മിനിരാധൻ, അങ്ങനെ ഡിഫറെന്റ് ഒബ്സർവേഷൻ ആണ്. ഒരാളും അങ്ങനെ നാടകത്തെ നോക്കിക്കാണും. പിന്നെ സുവീറിന് ഇത് വായിച്ചിട്ട് പിന്നെ ഒരു കുറിപ്പ് അത് കോട്ടയത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വളരെ പ്ലേകള് എല്ലാ ജില്ലകളിലും വ്യത്യസ്തമായ പ്ലേകൾ ഉണ്ടാകും. പുതിയ രചനകള് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂ ചെയ്യണം. രചനകൾ വീക്ക് ആണെങ്കിൽ ഡിസ്കസ് ചെയ്ത് അത് പഠിപ്പിച്ചു അത് ചെയ്യാൻ പറ്റും, ഉറപ്പല്ലേ. അങ്ങനെ വരുമ്പോൾ പുതിയ രചന അല്ലാണ്ട് എനിക്ക് തോന്നുന്നു കെയർ മോഹൻദാസ് മറ്റേ അന്ന് പി എൻ താജൊക്കെ ആയിട്ട് ഒരു ആദ്യത്തെ റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് കൊടുക്കുക ചെയ്യുന്നു, പിന്നെ ഫൈനൽ പ്രൊഡക്ഷൻ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ കെയർ മോഹൻദാസും ഇയാളും അലക്സാണ്ടർ പോപ്പും അങ്ങനെ ഒരു വലിയ കോമ്പിനേഷൻ വന്നു അവിടെ. ജയപ്രകാശ് കാര്യാല് ആ സമയത്താണ് കാവാലത്തിന്റെ ഒരു പ്ലേ അവിടെ വന്ന് വീണിട്ട് അവനവൻ കിടപ്പ് കഴിഞ്ഞിട്ടുള്ള ഇത് കണ്ടിട്ട് വട്ടളകിട്ടാണ് ഇയാള് ഈ നമ്മുടെ എന്താണ് മറ്റേ പി എൻ താജ് കനലാട്ടൊക്കെ. അപ്പൊ എന്താ 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്ന മൂവ്മെന്റിൽ കോഴിക്കോട് അങ്ങോട്ട് ഉണരുകയാണ്. കോഴിക്കോട് പെട്ടെന്ന് പൊളിറ്റിക്കൽ തിയേറ്ററിന്റെ സ്ഥലത്തേക്ക് വരുന്നു. അത് കേട്ടിട്ട് തുടർച്ച മലബാർ നാടക രീതിയിൽ തുടർച്ച അങ്ങനെ കൊണ്ടുപോകുന്നു. കവാലത്തിന്റെ പിള്ളേർ പിന്നെ ആരും എടുത്തിട്ടില്ല അവിടെ, ആവരണം കളിച്ചു പോയതേ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് നിങ്ങൾ പറഞ്ഞ ഈ നാടകം എഴുത്ത് എന്ന് പറഞ്ഞാല് എഴുതുകയല്ല, തിരുത്തി എഴുതുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാശി പിടിക്കാൻ. അത് എഴുത്തുകാരനും സംവിധായകനും നടന്മാരും എല്ലാം കൂടിയിട്ടുള്ള ഒരു അവതരണം കഴിയുമ്പോഴാവില്ല, അത്ര ആവുന്നത്. പിന്നെയും നമുക്ക് തിരുത്താനുണ്ടാവും, പിന്നെയും തിരുത്താനുണ്ടാവും. അങ്ങനെയാണ് നാടകം. ഫൈനൽ ഒരു പ്രിന്റഡ് ആകുമ്പോഴേക്കും സമയം മാറി വരും. അത് മിക്കവാറും നല്ല പ്ലേകളുടെ പ്രത്യേകത അതാണ്. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ തന്നെ സ്ക്രിപ്റ്റ് കിട്ടണം. സംഘം ഡെമോക്രാറ്റിക് സെൻസ് ഒരു ടീമിന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എന്തെല്ലാം പൊട്ടിത്തെറികളും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാടകം മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ റോമിയോ ജൂലിയറ്റ് കാണുമ്പോൾ പ്രണയമാണ്, വെട്ടും കുത്തും കൊലപാതകവും തെറി വിളിക്കലൊക്കെ ഉണ്ട്. പക്ഷെ പ്രണയം മുന്നോട്ട് പോകും. എത്ര യുദ്ധം വന്ന് വീണാലും എത്ര തവണ മരിച്ചു, ഇനിയിപ്പോ ഇവര് തല്ലിപ്പിരിഞ്ഞാലും പ്രണയ ലോകത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് തെറ്റാണല്ല. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അവർ അതിന്റെ ആക്ടിംഗ് ബാൻഡ് ഉണ്ടാക്കിയത്. ഭയങ്കരമായിട്ട് ചെയ്തത്. അല്ലാണ്ട് മറ്റേ ബാൽക്കണി മോഡും മറ്റേ കയറി വരുന്ന കാണിക്കലൊന്നല്ല. അത് കുരിശ് വെച്ച് അത് ഒരു ശവക്കുഴിന്നാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ റോമിയോ ജൂലിയറ്റിന്റെ ശവക്കുഴിയിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങ് കയറുകയാണ്. അതുപോലെ തന്നെ ബിരിയാണി വരുമ്പോ ജീവിതം എങ്ങനെയാണ് വെന്ത് പാകമാകുന്നത്, ബിരിയാണി വെന്ത് പാകമാകുന്ന ഒരു പക്വത വരുന്നതും അതിജീവിതത്തിന്റെ ഭയങ്കര സംഭവമാണ്. അങ്ങനത്തെ ഡിസൈൻസ് ആണ് മീനിങ് ആയിട്ട് ഇങ്ങനെ പറയുന്നല്ലേ. പിന്നെ ഭയങ്കര വേറെ എന്താ പറയാ, ആ തമിഴിന്റെ ഫ്ലോ അതിന്റെ അത് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന പോയറ്റിക്കാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറെ സീനുകൾ പോലീസ് പീഡനം കാണിക്കാതെ തന്നെ അവരത് അതിവൈകാരികത സംഭവമില്ല, വളരെ കൺട്രോൾ ചെയ്ത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഗംഭീരമാക്കി. ഇത് എന്തായാലും നമുക്ക് നാടകം മുന്നോട്ട്. നാടകമില്ലാണ്ട് ഭരണകൂടം ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, അത് ഏത് ഭരണകൂടമാണെങ്കിലും ചെറിയ ഒരു ഉൾഭയമുണ്ട്. ഈ ചോദ്യം ചെയ്യുന്ന മാധ്യമം തിരിച്ച് ബൂമറാങ് പോലെ ഒരു സത്യം പറയുന്ന കലയല്ലേ. സത്യം പറയുന്ന കലയാണ്, വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കലയാണ്. അതുകൊണ്ട് തന്നെയാണ് പലസ്തീൻ നാടകക്കാർക്ക് ഇപ്പൊ ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറയുന്നൊക്കെ വരുന്നു. അപ്പൊ നോക്കാം. എന്തായാലും നമുക്കറിയാം ലോകത്തിലെ ഏത് ഏകാധിപതികളും ഭയന്നിട്ടുള്ളൊരു മാധ്യമമാണ്. അതിനെതിരെ പോരാടിയതാണ് ബർത്തോൾട്ടും അനുഷ്ഠപോളും നമ്മൾ ഓരോരുത്തരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിമോചനത്തിന്റെ നാടകം, പോരാട്ടത്തിന്റെ നാടകം.